എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1780 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS നിത്യ, BHMS, MS സൈക്കോളജി, PG in Counseling, Kerala University, trainer NLP, മെഡിക്കൽ ഓഫീസർ, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, മാറനല്ലൂർ, തിരുവനന്തപുരം, കൺസൾട്ടന്റ് കൗൺസിലർ, PDC അഡോളസെന്റ് മെന്റൽ ഹെൽത്ത്, 200-ലധികം പൊതുജന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർക്ക് 23 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് നമ്മൾ നിത്യ ഡോക്ടറോടൊപ്പം കേസ് അവതരണത്തിനായി ഡോക്ടർ PS നിത്യയെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ക്യാമറ സ്റ്റഡി ഇല്ല, കേക്കാം. കുഴപ്പമില്ല. നിത്യ ഡോക്ടർ സംസാരിച്ചു. ഓക്കെ സാർ. ഗുഡ് ഈവനിങ്. കേക്കാലോ സാറേ? കേക്കാം. ഓക്കെ മാഡം. ഓക്കെ, ഇച്ചിരി 2 മിനിറ്റ് താമസിച്ചു പോയി. ഓക്കെ, സോറി. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് നമുക്ക് സൈക്കോളജിക്കൽ ആസ്പെക്ട്, അതായത് ഈ കേസ് ടേക്കിങ്ങിന്റെ സൈക്കോളജി എന്താണ്, നമുക്ക് എങ്ങനെ അതായത് ഒരു പേഷ്യന്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ പേഷ്യന്റിന്റെ കേസ് ടേക്കിങ്ങിനകത്ത് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഒരു ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സിന് അത് അറിയാൻ പറ്റും. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അതായത് നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ ഒരു പേഷ്യന്റ് നമ്മുടെ മുമ്പിൽ വന്ന് പ്രസന്റ് ചെയ്യുമ്പം ആ പ്രസന്റ് ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കോൺഷ്യസ് മൈൻഡിൽ തോന്നുന്ന സിംറ്റം ആയിരിക്കും വരുന്നത്. സൂപ്പർഫിഷ്യൽ ലെയർ ആയിരിക്കും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യൽ ലെയർ മാത്രം വെച്ചിട്ട് നമ്മളൊരു മെഡിസിനിലോട്ട് പോയി, പ്രത്യേകിച്ച് സിംഗിൾ റെമഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഒക്കെ നമ്മൾ തപ്പി പോകുമ്പോൾ സൂപ്പർഫിഷ്യൽ കിട്ടുന്ന സിംറ്റംസ് മാത്രം വെച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ കേസ് അത്ര സക്സസ്ഫുൾ ആകാറില്ല. അപ്പം ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു അത്ഭുത കളിയും അതിൻ്റെതായിട്ടുള്ള നമ്മുടെ മെഡിസിൻ്റെ ആക്ഷനുമാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കേസ് ആയതുകൊണ്ടാണ് ഞാൻ ആ കേസ് തന്നെ എടുത്തത്. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ്, ഞാൻ നേരത്തെ ഒരു ഇതിൽ അങ്ങോട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു, നമ്മുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടം പോലെയാണ്. കുടം പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ദിവസം നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം എവിടെ ഉണ്ടാവും? ദിൽ ബി ദേർ ഓൺ ദ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോൺഷ്യസ് മൈൻഡിൽ ഹാപ്പനിങ് ആണ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുക, ഇത് എന്താവും, സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നത്. ഇതിന്റെ അടിയിൽ ഒരു മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം നമ്മൾ കുഞ്ഞിലേ നടന്ന കാര്യങ്ങൾ വരെ, കുഞ്ഞിലേ നടന്ന പ്രധാനപ്പെട്ട ഹേർട്സ്, വൂൺസ്, ഹാപ്പിനെസ്, ഇതെല്ലാം ഈസ് ദെയർ ഓൺ ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇതെല്ലാം കൂടെ ബബിളപ്പ് ചെയ്ത് വിൽ കം ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. അത് പിന്നീട് ഇപ്പൊ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന് ചിലപ്പോൾ നമ്മുടെ ഇപ്പൊ ചില കേസസിനകത്ത് ചില സ്ത്രീകളൊക്കെ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഇത് എന്താണ്, ഇപ്പം ചില സ്ത്രീകൾ ഇപ്പൊ ജീവിതത്തിനകത്ത് വൂണ്ട് അനുഭവിച്ച സ്ത്രീകളാണെങ്കിൽ, പണ്ടൊരിക്കൽ ഒരു കേസ് എനിക്ക് പ്രസന്റ് ചെയ്തപ്പോൾ ഒരു ലേഡി വന്ന് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഇമ്മോറലായിട്ട് നടക്കുന്ന സ്ത്രീകളോട് ഭയങ്കര റിവെഞ്ചാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവരുടെ യങ്ങർ ഡേയ്സിൽ അവർക്ക് ഏറ്റൊരു വൂണ്ടാണ്. അവർക്ക് ആ ഒരു കാറ്റഗറി പേഴ്സൺസിനോട്, സ്ത്രീകളോട്, അത് പലതും അവർ ആലോചിച്ച് കൂട്ടുന്നതുമാണ്. ഈ വരുന്ന സ്ത്രീകളെല്ലാം ഇമ്മോറലൊന്നും അല്ല, അവർ ആലോചിച്ച് കൂട്ടുന്നതാണ്. അവർക്കുണ്ടായ ഹേർട്ട് വെച്ച് അതിനെ ടാലി ചെയ്തിട്ട് അവരുടെ മൈൻഡ് ആ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അഥവാ ഉപബോധ മനസ്സിന്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ ഒരു കളിയാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കേസിനകത്ത് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്,
അപ്പം അതെങ്ങനെ പ്രസന്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഫിസിക്കൽ സിംറ്റം ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഫിസിക്കൽ സിംറ്റം ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫിസിക്കൽ സിംറ്റം മാത്രം നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കുക മാത്രം ചെയ്യുക. അല്ലാതെ ചില കേസസിനകത്തൊക്കെ നമുക്കറിയാം ഫിസിക്കൽ സിംറ്റത്തിന് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് എത്ര കൊടുത്തിട്ടും അത് ഹീൽ ചെയ്യുന്നില്ലായിരിക്കും. അതുപോലത്തെ ഒരു കേസ് അതിൻ്റെ അടുത്ത് വന്നത്. അപ്പൊ അതെന്താ സംഭവിച്ചത്? ഇറ്റ് വാസ് എ വെരിക്കോസ് അൾസർ. ഒരു വെരിക്കോസ് അൾസർ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റിനെ ഒരു അവരുടെ ഹസ്ബൻഡ് പിന്നെ വർക്കല ഭാഗത്തോടെ വർക്ക് ചെയ്യുന്ന ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിത്യ ഡോക്ടറെ, ഇതുപോലെ ഏതോ ഒരു ഡോക്ടർ തന്ന നമ്പറാണ് ഡോക്ടറുടെ. എന്റെ വൈഫിന് ഇങ്ങനെ പുള്ളി അങ്ങനെ എന്റെ വൈഫിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ വൈഫിന് ഒരു അൾസർ പോലെ വന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, ഹോമിയോ കാണിച്ചു, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഒരു കുറവുമില്ല ഡോക്ടറെ. ഞാൻ ഇനി ചെലവാക്കാൻ പൈസയില്ല. ഈ കൊച്ചിന്റെ ഒരു കാല് ഡയബറ്റിക് അല്ല, പിന്നെ ഈ കാല് ചൊറിഞ്ഞു പൊട്ടി ഒരെണ്ണം വന്നത് അത് അൾസർ പോലെ കുറച്ച് ഡീപ്പായിട്ട് പോയി. അങ്ങനെ ഡയബറ്റിക് അല്ലാത്തൊരു പേഷ്യന്റ് ഇത്രയും വരേണ്ട കാര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് പോയി. പക്ഷെ ആ കേസ് ഞാൻ പറഞ്ഞ എന്റെ ഫോട്ടോ എടുത്ത്, ആ അൾസറിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ ഫോട്ടോ എടുത്ത് ഇടുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് വെച്ചാൽ കളറ് നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഒരു ഫോട്ടോ എടുത്തിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടി ഈ കൊച്ചു എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടറെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കണം, എനിക്ക് ഡോക്ടറെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. ഹസ്ബൻഡിനെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര പേടി. അപ്പൊ ഇവരിങ്ങനെ, ഞാൻ ചോദിച്ചു എന്തായി, ഞാൻ ചോദിച്ചു ഇത് എന്ത് പറ്റിയ, കാലിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറയില്ല, മാഡം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എനിക്ക് ഒരുപാട് ഫിസിക്കൽ കംപ്ലൈന്റ്, എനിക്ക് ഭയങ്കര ക്ഷീണമോ, എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അടുക്കളയിൽ പോയി ഇങ്ങനെ നിൽക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഫുള്ളായിട്ട് തകർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിൽ തോന്നുന്ന കാര്യം അങ്ങ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു, മാഡം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ പിള്ളേരെ നോക്കുന്ന കാര്യത്തിനകത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ആ ജോലി അങ്ങ് വിട്ടു. പിന്നെ എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല, ജോലി പോയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കൂടെ ഉള്ളവരെല്ലാം ഇപ്പം മാസം 10-60,000 രൂപ ശമ്പളം ആ ജോലിക്ക് മേടിക്കുന്നുണ്ട്. കോൺട്രാക്ട് ജോലിയാണ്. പക്ഷെ എന്നാലും അത് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും ആ സാലറി കിട്ടുക. പക്ഷെ അത് പോയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. പക്ഷെ ഈ കുട്ടിയെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടി അങ്ങ് തളർന്ന് എന്തൊക്കെയോ വലിയ അസുഖങ്ങൾ ഉള്ള പോലെ എന്റെ മുമ്പിൽ ഇരുന്ന കുട്ടി, ഹസ്ബൻഡ് പെട്ടെന്ന് പുറത്തു പോയത് ഈ കുട്ടി അങ്ങ് ഭയങ്കര ആക്റ്റീവായി. ആ കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ കണ്ണിൽ ഇങ്ങനെ ഗ്ലോ ചെയ്യുക. അവര് ഭയങ്കരമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, പിന്നെ ഈ കൊച്ചിന് എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എന്ത് ചെയ്യുമ്പോഴേ ഏറ്റവും, ഡോക്ടർ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ച ഒരാളാണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടർ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പാട്ടും കൂത്തൊന്നും വേണ്ട എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡോക്ടറെ. പക്ഷെ ഇപ്പൊ ഞാൻ വഴക്കുണ്ടാക്കി ഡാൻസ് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഒരു കുട്ടി ഫോൺ വിളിച്ചപ്പോ ആ ഫോൺ, നമ്മളത് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം നല്ലൊരു കാര്യമാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് എൻ്റർ ചെയ്ത റൂമിനകത്തോട്ട് വരുന്നിടം മുതലേ നമ്മുടെ ഒരു കണ്ണ് എല്ലാ ഭാഗത്തോട്ടും പോയാൽ മാത്രമേ, നമ്മൾ അത്രയ്ക്ക് കണ്ണ് തുറന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്നതിൽ കാര്യമുള്ളൂ. കാരണം ഈ സൂപ്പർഫിഷ്യൽ സിംറ്റംസ് വെച്ചിട്ട് കരയുന്ന പേഷ്യന്റ് ആണോ, ചിരിക്കുന്ന പേഷ്യന്റ് ആണോ, റിവെഞ്ച്ഫുൾ പേഷ്യന്റ് ആണോ, എന്നാ ഇന്നത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം അത് ഏതെങ്കിലും ഒരു ലെയറിൽ നിന്ന് ഓപ്പൺ ചെയ്ത് അകത്തുനിന്ന് പുറത്തേക്ക് സിംറ്റംസ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം കുറേ കൂടെ വാച്ചിങ് സ്കില്ലും ലിസണിങ് സ്കില്ലും ഒക്കെ കൂടെ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ, അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രസന്റേഷനകത്ത് ഞാൻ പറഞ്ഞ, ഈ ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്കില്ലാണ് ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അതൊരു കമ്പാഷനേറ്റ് ലിസണിങ്ങും കൂടെ ആയാൽ കുറച്ചും കൂടെ ഭയങ്കര നല്ലതായിരിക്കും. കമ്പാഷനേറ്റ് ലിസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളീ പറയുന്നത് പോലെ എമ്പതി എന്നുള്ള ലെവലിലോട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പാഷനേറ്റ് ആയിരിക്കണം. കാരണം വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ചിലപ്പോൾ ചില സ്ത്രീകൾ വന്ന് പറയും, ചില എക്സാമ്പിൾസ് വന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നേണ്ട കേസുകളാണ്. നോർമലായിട്ടിരിക്കുന്ന ഒരു വിമന് അങ്ങനെ ടൈപ്പ് ഓഫ് ഇപ്പം ഇമ്മോറലായിട്ട് നടക്കുന്ന സ്ത്രീകൾ, ചില സ്ത്രീകൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് എന്താണ് ഓപ്പൺ അപ്പ് ചെയ്യും, നമ്മളുമായിട്ട് അത്രയ്ക്ക് റാപ്പോ ആണെങ്കിൽ. എനിക്കൊരു കേസ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുട്ടി അതിങ്ങനെ വന്നിട്ട് ഇതിന്റെ ഹസ്ബൻഡ് ടോർച്ചറിങ്ങിനെ പറ്റി നിരന്തരം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ഡോക്ടറെ അങ്ങനെ, ഡോക്ടറെ ഇങ്ങനെ, എവിടെ പോയിട്ടും പൈസ, ഈ കേസ് അല്ലത്, എവിടെ പോയിട്ടും കാശുണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞ്
എന്താണ് പ്രസ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല, എനിക്ക് പൈസ വേണം, അങ്ങനെ പറയുന്ന ഒരു ലേഡി. പക്ഷെ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളും അടിയും ബഹളവും, പൈസ പിടിച്ച് പറിയും. ആ കുട്ടിയാണെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു കൊച്ചാണ്. പക്ഷെ ഇങ്ങനെ പോയിട്ട് അവസാനം ഈ കുട്ടി ഒരു കടയിൽ നിൽക്കുകയാണ്. ആ കടയിലെ മനുഷ്യൻ ഈ കുട്ടി ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കറിയിൽ എങ്ങാണ്ട് നിൽക്കുകയായിരുന്നു ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ആ മനുഷ്യന്റെ ഓണർ ഈ കുട്ടിക്ക് പൈസയും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഹി വാസ് സെക്ഷലി അബ്യൂസിങ് ദ ഗേൾ. പല പ്രാവശ്യം ഈ കുട്ടി വീട്ടിൽ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് ഇനി ജോലിക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ടും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. പോയാൽ മതി, കുഴപ്പമില്ല, പൈസയാണ് പുള്ളിയുടെ പ്രശ്നം. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ കേസ് ഈ കുട്ടി ഇങ്ങനെ വന്ന് എന്നോട് ഇങ്ങനെ സങ്കടം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അറ്റ് ലാസ്റ്റ് ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നു. ഷീസ് കൺവേഡ് ടു മീ, എന്നോട് പറഞ്ഞു, ഞാനിതാ ഡോക്ടറെ, ഞാൻ ലോകത്ത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഡോക്ടറോട് മാത്രമാ പറയുന്നത്. ഞാൻ ഒരാളുടെ കൂടെ ഓടിപ്പോകാൻ തീരുമാനിച്ചു. പിന്നെ അപ്പൊ ഇവർക്ക് 2 ആണോ 3 മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു. പിന്നെ എന്താ ചെയ്യേണ്ട ഡോക്ടർ? ഇങ്ങനെ എനിക്ക് വേറെ ആരോടും പറയാനില്ല, എനിക്ക് ഡോക്ടറോട് മാത്രമേ പറയാനുള്ളൂ. വിജയിക്കുവോ പരാജയപ്പെടുവോ ഒന്നൊന്നും എനിക്കറിയത്തില്ല. ഈ വൃത്തികെട്ട മനുഷ്യന്റെ കൂടെ എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ. എന്നെ വിൽക്കാൻ വരെ അയാൾ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു മനുഷ്യനോട് ഇൻസെക്യൂരിറ്റി, എനിക്ക് രാത്രി കിടക്കുമ്പോൾ പേടിയാ, ഇങ്ങനെ വല്ലവരും വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുമോന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ചില പേഷ്യൻസ് കാണും. അപ്പൊ ആ കേസിനകത്ത് നമ്മളവിടെ നീതി ന്യായം നോക്കിയിട്ട് കാര്യമില്ല. കാരണം ആ പേഷ്യന്റ് ഷൂസിൽ നിന്ന് നോക്കാൻ മാത്രമേ നമുക്ക് ഡോക്ടേഴ്സിന് പറ്റത്തുള്ളൂ. പക്ഷെ ഈ കുട്ടി അയാളെ കൂടെ ആ പറഞ്ഞ മനുഷ്യന്റെ കൂടെ പോവുകയും ബാംഗ്ലൂർ എങ്ങാണ്ടായിരുന്നു പോയി. പക്ഷെ നല്ല ലൈഫായി, അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ആ 3 പിള്ളേരെയും കൂടെ ആ മനുഷ്യൻ അവിടെ കൊണ്ടുപോകാനും സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി കാണാനൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. കുറേ വർഷം, 2 വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നിരുന്നു. കാണാൻ വരുമ്പോഴും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. 1.5 വർഷം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നപ്പോ എന്നെ ആകെ ഈ ട്രിവാൻഡ്രത്ത് കാണാൻ ഡോക്ടറെ മാത്രമേ എനിക്ക് കാണാൻ തോന്നിയുള്ളൂ എന്ന് പറഞ്ഞ് വന്നു. പക്ഷേ വന്നപ്പോ എല്ലാരും തെറി വിളിക്കുവാണ്, ഇങ്ങനത്തെ ഒരു പന്ന സ്ത്രീയെ ഡോക്ടർ എന്തിനാ കാണാൻ ശ്രമിച്ചത്, ഇവളെ അടിക്കണം, ഇങ്ങനെയൊക്കെ ലോക്കൽ നാട്ടുകാരത് പറയും. അത് ലോക്കൽ വേ ഓഫ് തിങ്കിങ് ആണ്. കാരണം നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോ ആൾക്കാരുടെ അവസ്ഥ ഡിഫറന്റ് ആയിരിക്കും. അപ്പം ഈ പറയുന്ന സൊസൈറ്റി എന്ത് പറയും, ആരെന്ത് പറയും എന്നുള്ള ലെവലിൽ നമ്മളും ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ല, പേഷ്യന്റ് ഹീൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ചില കേസസ് നമുക്ക് വരും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കേസ് ഇതുപോലെ വന്നൊരു കേസായിരുന്നു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടറെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഫസ്റ്റ് തുടങ്ങിയ കേസിന്റെ കഥയാ പറയുന്നത്. കഥ പറഞ്ഞു ഞാൻ ചാടി പോകും. അപ്പം ഈ ഫസ്റ്റ് പറഞ്ഞ കേസിൽ ആ കുട്ടിക്ക് ഡാൻസിനോട് ഭയങ്കര പാഷനാ. അപ്പം ഈ ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഈ കുട്ടി പറയുന്ന കണ്ട അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടറെ എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ ഡോക്ടർക്ക് അറിയത്തില്ല, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലൊരു ആർട്ട് ഫോം ഇല്ല, ഡോക്ടർക്ക് അറിയാമോ, ആ ഡാൻസ് ഫോമിനകത്ത് ഇങ്ങനെയാണ്, ഈ ഡാൻസ് ഫോമിനകത്ത് ഇങ്ങനെയാണ്, എന്തൊക്കെയോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ വാസ് വാച്ചിങ് വാട്ട് ഇസ് എ മെഡിസിൻ. ഈ കുട്ടി ഇതൊക്കെ പറയുമ്പോഴേ നമ്മൾ കാടന്റെ കണ്ണ് കോഴിക്കൂട്ടലെന്ന് പറഞ്ഞ ഹോമിയോ ഡോക്ടറിന്റെ കണ്ണ് എപ്പോഴും ഹോമിയോ മരുന്നിലായിരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ട് ഈ കുട്ടി കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഡോക്ടർ എനിക്ക് ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം വെച്ചാൽ, എനിക്ക് ജോലി പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ. എന്റെ കാല് കണ്ടോ, ഈ കാലിങ്ങനെ പൊട്ടി, എത്ര നാളുകൊണ്ട് ഞാനിത് സ്ട്രഗിൾ ചെയ്യുക, എന്തെല്ലാം ചെയ്ത്, ഇനി ഇടാൻ ഓയിൻമെന്റ് ഒന്നുമില്ല, എനിക്ക് ചൊറിഞ്ഞിങ്ങനെ പൊട്ടി, ഇതിങ്ങനെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് അതിനെ ഡ്രസ് ചെയ്ത് കുഴിയാക്കി, ഇതിപ്പോ ഈ പരുവത്തിലാക്കി, ഹീലാവുന്നില്ല, നോൺ ഹീലിംഗ് അൾസർ. അപ്പൊ ശരിക്കും പറഞ്ഞ നമുക്കറിയാം, ഡയബറ്റീസ് വെരിക്കോസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അത്രയും ഒരു ക്രോണിക് ആയിട്ട് വരുന്നത്. ഈ കുട്ടിന് വെരിക്കോസ് ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ പൊട്ടത്തൊക്കെ ഒരു വെരിക്കോസ് ഒന്നും അതിനകത്ത് കാണാനില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രസന്റിങ് സിംറ്റം ആണ് ഈ കുട്ടി വന്നുകൊണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ അല്ലാതെ ഇയാൾക്ക് അല്ലാത്ത ബോഡിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നു? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഡോക്ടറെ, എനിക്ക് എന്ത് വന്നാലും പെട്ടെന്ന് ഹീൽ ചെയ്യത്തില്ല, ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കും, 2-3 ദിവസം കഴിഞ്ഞിട്ടേ എനിക്ക് ഹീൽ ചെയ്യത്തുള്ളൂ. മെൻസൽ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇറ്റ് വാസ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഡോക്ടർ എനിക്കിങ്ങനെ എന്റെ ബ്ലഡ് പീരീഡ് ടൈമിനകത്ത് വെച്ചാൽ പീരീഡ് ചിലപ്പോൾ ഇറഗുലർ ആവും, പക്ഷെ വരുമ്പോഴത്തേക്ക് ഡാർക്ക് ബ്ലഡ് ആണ്
എൻ്റെത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം ഭയങ്കര എന്താ പറയുന്നത്, ഒരു എന്ത് ഈ എക്സ്ട്രീം ഇതായിട്ടങ്ങ് സന്തോഷമായിട്ട് സംസാരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പിന്നെ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ആ ദേഷ്യമുണ്ട് ഡോക്ടർ, ഡോക്ടർക്ക് അറിയാമോ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സംഭവം നടന്നു, എനിക്ക് ജീവിതത്തിൽ ഇപ്പോഴും ആ ഒരു മനുഷ്യനോട് മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഹസ്ബൻഡാണോ? അല്ല ഡോക്ടർ, ഹസ്ബൻഡ് അല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ആരാ? എൻ്റെ ഹസ്ബൻഡ് സഹോദരിയുടെ ഒരു മോൻ എൻ്റെ വീട്ടിൽ വന്നു പഠിച്ച്. ഡോക്ടർക്ക് അറിയാമോ, ഞാൻ 3.5 വർഷം ഞാൻ അവന് ചോറ് കെട്ടി കൊടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ട് അവസാനം ഒരു ദിവസം ഇവൻ പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ ഞാൻ ഇഷ്ടമാന്ന്, എന്നെ ഇഷ്ടമാ, എന്നെ കൂടാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഇവ എന്നെ കുറെ പ്രാവശ്യം പല രീതിയിലും എന്നെ അവന്റെ വശത്താക്കാൻ ശ്രമിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് അവസാനം എന്ത് ചെയ്തിട്ട് ഇവൻ തന്നെ ചെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനാണ് അവന്റെ അടുത്തോട്ട് ചെന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഭയങ്കര മനസ്സിൽ ഒട്ടും വൈരാഗ്യമാ ഡോക്ടറെ. അവനെ എനിക്ക് ഇല്ലാതാക്കണം, അവനെ എനിക്ക് നശിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവന്റെ അമ്മ എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇദ്ദേഹത്തിന്റെ സിസ്റ്റർ ഇൻ ലോ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എവിടെയെങ്കിലും പോയാലും അവ ഇരിക്കുന്ന ഭാഗത്തോട്ട് പോലും ഞാൻ നോക്കത്തില്ല. എനിക്ക് ആ ഭാഗത്തോട്ട് പോലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് വൈരാഗ്യം ആ വൃത്തികെട്ട ചെറുക്കനെടുത്ത്. ആ ചെറുക്കൻ എന്തൊക്കെയോ കള്ള തെളിവുകൾ ഉണ്ടാക്കി എന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവരെന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവനോട് എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല ഡോക്ടറെ. അപ്പം ആ സംസാരിക്കുന്നതിനകത്ത് റിവെഞ്ചിന്റെ എക്സ്ട്രീം പോളിലായി കുട്ടി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിന്റെ എക്സ്പ്രഷനൊക്കെ ഫുൾ ആയിട്ട് അങ്ങ് മാറി. അപ്പം ഇങ്ങനെ കുറെ സിംറ്റംസ് ആണ് അതിനകത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ വേറെ ഫിസിക്കൽ സിംറ്റംസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ഡോക്ടർ, തലവേദനയുണ്ട്, എനിക്ക് എപ്പോഴും തലവേദന, മൈഗ്രെയിൻ വരും. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അപ്പൊ ഈ തലവേദന വരുന്ന വെച്ചാൽ എപ്പോഴാണ് ഈ തലവേദന വരുന്നത്? എന്തെങ്കിലും ഏതെങ്കിലും ലൊക്കേഷൻ പ്രത്യേകിച്ച് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എപ്പോഴാണ് തലവേദന വരുന്നത്? അപ്പൊ ഈ കൊച്ചു പറഞ്ഞു, ഡോക്ടറെ അത് എന്താണെന്ന് ഡോക്ടർ, എനിക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി. ഞാൻ എപ്പോൾ പോകുമ്പോഴോ, ഉച്ച സമയത്തൊക്കെ ആണോ? ആ ഒരു 10-11 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തലവേദനയായിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഇങ്ങനെ കുറേ സിംറ്റംസ് ഈ കുട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് മെഡിസിനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കൊച്ചിനോട് കണ്ട ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അപ്പൊ ഈ ഞാൻ പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഡോക്ടർ, ഇവക്ക് ശരിക്കും വട്ടാണ്. ഇവള് ഏതോ ഒരു ഡാൻസ് ഗ്രൂപ്പിനകത്തൊക്കെ ചേർന്നിട്ടുണ്ട്. ഒരു പെണ്ണുണ്ട് 24 മണിക്കൂർ ഇവളെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവള് വീട്ടിലെ കാര്യം ഒന്നും ശ്രദ്ധിക്കത്തില്ല ഡോക്ടറെ, വീടൊന്നും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വെക്കത്തില്ല. എന്നിട്ട് ആ പിന്നെ എവിടെങ്കിലും ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പൈസ മൊത്തവും കൊണ്ടുപോയി കളഞ്ഞിട്ട് പിന്നെ ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യും അതെല്ലാം മാക്സിമം ചെയ്ത് ആ കയ്യിരിക്കുന്ന പൈസ മൊത്തവും തീർക്കും. പിന്നെ ഈ ഡാൻസ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ ഡോക്ടറെ? എപ്പം നോക്കിയാലും ഡാൻസ് എന്നും പറഞ്ഞ് നടക്കുവാ. കുറേ ഇവളുമാരെല്ലാം കൂടെ കുറെ ഗ്രൂപ്പുണ്ട്. എന്നിട്ട് ആ ഡാൻസുകാരികളെല്ലാം കൂടെ ഇങ്ങനെ പിന്നെ മേക്കപ്പ് സാധനങ്ങളും കോസ്മെറ്റിക്സും ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഡാൻസും കളിച്ച് നടക്കുവാണ്. ഈ കുട്ടികളുടെ കാര്യമോ അതൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ഡോക്ടറെ, ഇവക്കൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വിജയിപ്പിക്കാതെ പിന്നോട്ട് മാറത്തില്ല. അതിന്റെ പുറകില് എത്ര ടൈമും മണി എഫേർട്ട് എല്ലാം അതിന്റെ ഒക്കെ പുറകെ കൊടുത്തിട്ട് ആ കാര്യത്തിനെ ഫുള്ളായിട്ട് വിജയിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്മാറത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഇവക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പൊ ഞാൻ ഈ കുട്ടി എന്നോട് പറഞ്ഞു വെച്ചാൽ, ഹസ്ബൻഡ് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്, ഹസ്ബൻഡ് ഇപ്പോഴും എന്നെ സംശയത്തിന്റെ കണ്ണിൽ കൂടെയാണ് കാണുന്നത്. കാരണം ആ പെങ്ങളുടെ മകനുമായിട്ട് ഇമ്മോർ റിലേഷൻ ഉണ്ടോ എന്ന് അങ്ങേർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേർക്ക് എന്നോട് നല്ല സംശയമുണ്ട് ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവ എല്ലാവരുടെ അടുത്തും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ മോശപ്പെട്ട സ്ത്രീയാണെന്ന് എന്റെ ബന്ധുക്കളുടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാനിങ്ങനെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ, ഞാനിപ്പോ ഫംഗ്ഷൻ ഒന്നും പോകാറേ ഇല്ല ഡോക്ടറെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ പോകാത്ത എന്താ? അത് ഞാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് എന്തോ രഹസ്യമൊക്കെ പറയുന്നുണ്ട്. അത് ഈ പയ്യൻ ചെന്ന് പയ്യന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് പയ്യന്റെ അമ്മ വഴി റിലേറ്റീവ്സിലേക്ക് ഫുൾ സ്പ്രെഡായി. അതുകൊണ്ട് അവരൊക്കെ എന്നെ എന്ത് കണ്ണിലായിരിക്കും കാണുന്നത്? എന്നെ ഒരു മോശക്കാരിയായിട്ടായിരിക്കും അവരെല്ലാം കാണുന്നത്. ഈ കൊച്ചു ചെറുക്കൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ പോയി എന്നുള്ളത്
ഉള്ളൊരു സ്റ്റെയിൻ കിടക്കുന്നത് കൊണ്ട് എന്നെ മിക്കവാറും മോശക്കാരിയായിട്ടായിരിക്കും അവരൊക്കെ കാണുന്നത്. എനിക്കിതെല്ലാം അറിയാം ഡോക്ടറെ, പക്ഷെ ഞാനൊന്നും അറിയാത്ത കണക്ക് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ഡോക്ടർ എനിക്കിപ്പോ ഒറ്റ ആവശ്യമുള്ളൂ ഡോക്ടർ, എന്റെ കാല് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡാൻസ് കളിക്കണം ഇത് തന്നെ പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ, വിൽ ഡു സംതിങ്, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. പക്ഷേ ഞാൻ ആ കുട്ടിയുടെ കാലൊന്ന് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു പർപ്പിളിഷ് ടിന്റ് ഉണ്ട് അതിനകത്ത്, ഒരു ലൈറ്റ് വയലറ്റ് കളർ, അല്ലെങ്കിൽ ഒരു ഇരുണ്ട ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പർപ്പിളിഷ് കളർ, ഒരു ബ്ലൂയിഷ് പർപ്പിൾ കളർ ആ വൂണ്ടിനകത്ത് എവിടേക്കോ ഒരു ബ്ലൂയിഷ് പർപ്പിൾ ഗ്രൗണ്ട് മാർജിൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടിരിക്കുകയാണ്. ഇത്രയും ഇത്രയും ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ആള് ചില്ലി പേഷ്യന്റ് ആണ്. പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാക്കി ഫിസിക്കലിനകത്ത് വേറെ സംബന്ധിച്ച് തലവേദന പറഞ്ഞായിരുന്നു. പിന്നെ കൂടെ ചെവി വേദന പറയുന്നുണ്ട്. ഇടക്കിടക്ക് ചെവി വേദന വരുന്നുണ്ട്. പിന്നെ പിന്നെ അടുത്ത ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ഈ PMT നമുക്കറിയാലോ, PMTയുടെ മെഡിസിൻസ് എന്ന് വെച്ചാൽ ഈ പിന്നെ ഉള്ള ഒരു ബ്രാൻഡ് ഓഫ് മെഡിസിൻസ് ഉണ്ട് PMT. അത് പ്രീ മെൻസ്ട്രൽ ടെൻഷൻ. അത് പ്രീ മെൻസ്ട്രൽ ടെൻഷന് ഈ കുട്ടിക്ക് ഏജ് കമ്മിങ് ടു അബൌട്ട് 44 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടി പറഞ്ഞു വെച്ചാൽ ഷീസ് ഹാവിങ് ദിസ് പ്രീ മെൻസ്ട്രൽ ടെൻഷൻ. ഈ മെൻസസിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് അത് വളരെ ഇൻഡിക്കേറ്റഡാ ഞാൻ ഈ പറയുന്ന മെഡിസിനകത്ത്. അപ്പോ ഈ എന്താണ് പ്രീമെൻസ്ട്രൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പ്രീമെൻസ്ട്രൽ ടെൻഷൻ പല രീതിയിലാണ് പ്രസന്റ് ചെയ്ത്. ഈ പ്രീമെൻസ്ട്രൽ ടെൻഷൻ തന്നെ നമുക്ക് ഒരു ദിവസം ടോപ്പിക് എടുക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത്രയ്ക്ക് വാസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ അതിലോട്ട് അധികം ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ്. കാരണം ഒരു പെണ്ണിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ മെൻസസ്. മെൻസസിൽ കൂടെ നമുക്ക് ഒരുപാട് സിംറ്റംസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബിഫോർ ദി ടൈം ഓഫ് മെൻസസ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു 18-19 വയസ്സ് ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ദ സബ് കോൺഷ്യസ് മൈൻഡ് വാട്ട് ഈസ് ദാറ്റ് ഈസ് ബീങ് ബബ്ലിംഗ് അപ്പ് അറ്റ് ദ ടൈം ഓഫ് മെൻസസ്. അപ്പം മെൻസസിന് ജസ്റ്റ് മുന്നത്തെ സമയത്ത് നമുക്ക് കിട്ടുന്ന സിംറ്റംസ് പറയുന്നത് മിക്കവാറും ഇറ്റ്സ് എ ക്രൈ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പം ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൗ ഡു വി ഡിഫർ, ദാറ്റ് ഈസ് ഈ അലോപ്പതി സിസ്റ്റവും ഹോമിയോപ്പതി സിസ്റ്റവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു നമ്മുടെ ചികിത്സയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലോപ്പതി സിസ്റ്റത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ പിന്നെ ഡയസെപ്പം കണ്ടന്റ് ഉള്ള പല ഡ്രഗുകളും കൊടുക്കുന്നുണ്ട്. അലോപ്പതിയുടെ സിസ്റ്റത്തിനകത്ത് അവരെങ്ങനെയാ ചെയ്യുന്നത്, ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു സിംറ്റം ആയിട്ട് വരുമ്പോൾ ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ സബ് കോൺഷ്യസ് മൈൻഡ്, ദേ ഫോക്കസിങ് ഓൺ ദ കോൺഷ്യസ് മൈൻഡ്. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്ന് പറയാം ഡിപ്രഷൻ ആണ്. സോ വാട്ട് ദേ ഡു ഇസ് വാട്ട് ദേ ക്യാൻ ഡു, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ആ കൊടുക്കുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇത് കുറച്ച് ദിവസം അവർ അവരുടെ ഒരു പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൈൻഡ് വിൽ ഫോക്കസ്, നമ്മുടെ മൈൻഡ് 10 ദിവസം ചെയ്യുന്ന കാര്യത്തിന് മൈൻഡ് അത് ശീലമാക്കും. ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ വെച്ചിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദേ മൂവ് ഫോക്കസിങ് ഓൺ ദ കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 ദിവസം ഈ പേഷ്യന്റ് സെഡേഷൻ ടാബ്ലറ്റ് കൊടുക്കുകയും ഇവരുടെ കോൺഷ്യസ് മൈൻഡിനകത്ത് കിട്ടുന്ന സിംറ്റംസിനെ വെച്ചിട്ട് മെഡിസിൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ കോൺഷ്യസ് മൈൻഡിന് ഒരു ഹാബിറ്റ് ആവും ടു സ്ലീപ്പ് അറ്റ് ടൈം. ഇപ്പൊ നേരം കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങി കഴിയുമ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബ്രെയിനകത്ത് ഈ നമ്മുടെ സ്ലീപ്പിംഗ് ഋതത്തിനെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ മെഡിസിൻസിന് പറ്റും. ഓൾസോ പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇത് എത്ര നാൾ നിൽക്കും? എത്ര നാൾ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും? നോ, അതാണ് ഹോമിയോപ്പതി. വാട്ട് ഹോമിയോപ്പതി ഈസ് ടീച്ചിങ് ഇസ് ദാറ്റ് നമുക്ക് ജന്മനാ തന്നെ ഹൗ ടു ഇൻക്രീസ് അല്ലെങ്കിൽ ഹൗ ടു സ്റ്റിമുലേറ്റ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇപ്പൊ നമുക്കറിയാം ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്, ഈ പറയുന്ന ഇത്രയും സാധനങ്ങളെ നമുക്ക് നാച്ചുറലി എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിക്കകത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഹോമിയോപ്പതി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? The wounds that enters the subconscious mind, that is not allowing this neurotransmitters to work properly. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാകുന്ന വൂണ്ടുകളെ നമ്മൾ കണ്ടെത്തി ആ വൂണ്ടുകളെയാണ് ഹോമിയോപ്പതി ഹീൽ ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് neurotransmitters will be produced in a natural way. That is what we are doing. അപ്പം പിന്നെ ബാക്കി ചെയ്യേണ്ട എന്താണ്? എൻവയോൺമെന്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കേസിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ വിടത്തില്ല ഡാൻസ് ഇടും. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല,
യു ജസ്റ്റ് ഗോ അലൗ ഹർ ടു ഗോ ഫോർ ഡാൻസ്. അതിന് വിടുക, കുട്ടിയുടെ വൂണ്ട് ഇപ്പൊ ഹീൽ ചെയ്ത് തരാം, ബട്ട് യു വോണ്ട് ടു ഗോ. അപ്പൊ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സി ഞാൻ ഡോക്ടറെ ഇത് ഹീൽ ആവുമോ, എനിക്ക് കളിക്കാൻ പറ്റുമോ, എനിക്ക് കളിക്കാൻ പറ്റുമോ, ഡാൻസ് കളിക്കാൻ പറ്റുമോ. സോ വാട്ട് ഐ സെഡ് ഇസ് ദാറ്റ് ആ കൊച്ചിന്റെ ഉയരാണെന്ന് പറഞ്ഞ ഡാൻസ് ആണ്. മക്കൾ പോലും എന്റെ തലയിലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ലെറ്റ് ഹർ ഡാൻസ് ഫോർ സം ടൈം. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടായ ഊണ്ട് ഉണ്ടെങ്കിൽ അത് ഹീലാവും. അതിന് തക്ക മെഡിസിൻ ആണ് നമ്മളിപ്പോ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഇതിന്റെ മെഡിസിൻ ഏതാണെന്ന് ഞാൻ പറയാം. അത് എന്തുകൊണ്ട്, വൈ ദാറ്റ് മെഡിസിൻ, ദാറ്റ്സ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ബിക്കോസ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് കയറിയിട്ടുള്ള കുറെ സിംറ്റം ഉണ്ട്. ആൻഡ് ദ മെഡിസിൻ വാട്ട് ഹിയർ ഈസ് ലാക്കസിസ്. വാട്ട് ഐ ഗേവ് വാസ് ലാക്കസിസ്. വൈ ലാക്കസിസ്? അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് കൂടെ പറയാം. ഒരുമാതിരിപ്പെട്ട എല്ലാ സിംറ്റവും ഈ കൊച്ചു പറഞ്ഞതും ആയിട്ട് പിന്നെ മാച്ച് ആവുന്നുണ്ട്. ബിക്കോസ് നമ്മൾ കേട്ടിട്ടുള്ള ലാക്കസിസ് എന്തൊക്കെയാ? എന്താണ്? സംശയം, അതായത് സസ്പീഷ്യസ്നെസ്, ജലസ്, പോസസീവ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ബട്ട് വൈ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ലീഡ് ടു ദിസ് റെഡ് ലൈൻ സിംറ്റം, അതായത് പാഷൻ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പാഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ റെഡ് ലൈൻ സിംറ്റം ഫോർ ലാക്കസിസ്. ലാക്കസിസ് ഒരു കാര്യം ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്ത് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആ ക്ലച്ച് പിന്നെ ചേഞ്ച് ചെയ്യത്തില്ല. അത് എനി കേസ്, വാട്ട് എവർ കേസ് മേ ബി. ഇപ്പൊ ഒരു പേഴ്സണെ ഇഷ്ടപ്പെട്ടു, ആ പേഴ്സണെ ഹോൾഡ് ചെയ്ത് വെക്കുക ബിക്കോസ് ഓഫ് ദ പാഷൻ. പാഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ആ സാധനം ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എൻറ്റർ ചെയ്ത് കാണും. സോ വാട്ട് ദേ ആർ വൈ ഫോർ ദ ബീയിങ്സ് ഓൾസോ. ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ ആണെങ്കിൽ തന്നെയും ആ പേഴ്സണെ അള്ളു പിടിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പേഴ്സണിന്റെ എല്ലാത്തിനും കൂടെ നിൽക്കണം. ഐ ഷുഡ് ഇൻവെസ്റ്റ് മൈ എവറിത്തിങ്, ഐ ഷുഡ് ഇൻവെസ്റ്റ് മൈ ടൈം, ഐ ഷുഡ് ഇൻവെസ്റ്റ് മൈ മണി, എല്ലാം ഞാൻ അതിനുവേണ്ടി എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റാൻഡ് ഓഫ് റെമഡിയാണ് ലാക്കസിസ്. വൈ? ബിക്കോസ് അനിമൽ കിങ്ഡം, സ്നേക്ക്. അപ്പം ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഈ ഫാമിലിയിൽ നിന്ന് വരുന്നുണ്ട് റിവെഞ്ച്. ഈ റിവെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ നൈട്രിക് ആസിഡ് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നൈട്രിക് ആസിഡിനും റിവെഞ്ച് ഉണ്ട്, ഇതിന് റിവെഞ്ച് ഉണ്ട്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് പൊസസീവ്നെസ് ഫോർ ദ പേഴ്സൺ നൈട്രിക് ആസിഡ് കാണത്തില്ല. പക്ഷെ നൈട്രിക് ആസിഡ് എന്താ ചെയ്യുക? നൈട്രിക് ആസിഡ് ഇപ്പൊ ഒരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഡയറക്ട്ലി അത് പോയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് ഡു സഡൻലി, പെട്ടെന്ന് തന്നെ ഒരു അത് ചെയ്യേണ്ട എന്താണോ അതിനെ ശക്തമായിട്ട് പ്രതികരിച്ച് അത് they will respond nicely. ബട്ട് ഫോർ ലാക്കസ് ഇറ്റ്സ് നോട്ട് ദ കേസ്. ലാക്കസസ് എങ്ങനെയാണ്? മൈൻഡിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക റിവെഞ്ച്. മൈൻഡിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നെവർ forgive for the person. And what happened is, ആ പേഴ്സൺ ഇരിക്കുന്ന സൈഡിലോട്ട് പോലും നോക്കത്തില്ല. സച്ച് വണ്ടർഫുൾ റിവെഞ്ച് ദിസ് പേഴ്സൺ ഹാസ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? ദേ ആർ എൻജോയിങ് ഇൻ their ഓൺ വേൾഡ് എന്ന് പറയാം. ഇത് സെൽഫിഷ്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സെൽഫ് ലവ് ഉള്ളൊരു മെഡിസിൻ ആണ് ലാക്കസ്. ലാക്കസ് ഇസ് ഓൾസോ വെരി ഇന്റലിജന്റ് മെഡിസിൻ. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ലാക്കസസ്. ഓൾസോ ഈ എന്താണ് പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ, വൈ ലാക്കസസ് ലൊക്കേഷ്യസ്? ദാറ്റ്സ് ഓൾസോ ക്വസ്റ്റ്യൻ. ലാക്കസസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇടവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമുക്ക് അറിയാം. But why they are loquacious is that there are some inhibitions. ഇപ്പൊ ഇൻഹിബിഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, ഇൻഹിബിഷൻ മേ ബി ഇൻ എനി ഫോം. ഇപ്പൊ ഒരു പേഴ്സണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം അയാളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സോ ഹി ഈസ് ബീങ് ഇൻഹിബിറ്റഡ് there. അപ്പൊ ആ എനർജി വിൽ ബി വെന്റ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ടോക്കിംഗ് എ ലോട്ട്. ഇൻകൊഹറൻസ് ഓഫ് ടോക്കിംഗ് എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് എവറിത്തിങ് ദാറ്റ് ഈസ് അവർക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഇസ് ബീങ് ബ്ലോക്ക്ഡ് ഇൻസൈഡ്. കാരണം ഇപ്പം ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ലേഡീസ്, മോർ ലേഡീസ് ജെൻസിലും ഉണ്ട് കേട്ടോ ലാക്കസിസ്. അപ്പൊ വൈ ദിസ് ഫീമെയിൽസ് ആർ മോർ പ്രോൺ ടു ദിസ് ടൈപ്പ് ഓഫ് ജെലസി, അല്ലെങ്കിൽ വൈ ദിസ് മോർ ലാക്കസിസ് ഫീമെയിൽസ് എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൽസ് ആർ നോട്ട് പ്രോൺ ടു സോ മച്ച് ഇൻഹിബിഷൻസ്. കാരണം മെയിൽസിനെ ഇപ്പൊ ഇഷ്ടപ്പെട്ട ദേ വിൽ ബി ദ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് വിൽ ബി ദ മെയിൽസ്. സോ they can do anything, they can go out, they can do everything and anything. But what is happening in this Lacus is that if a female is being married, ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് കെട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ she will be
പ്ലഞ്ച്ഡ് ഔട്ട് ഫ്രം ദാറ്റ് ഫാമിലി ടു എ ന്യൂ പേഴ്സൺ. അവിടുന്ന് വിത്തോടെ പറിച്ചെടുത്ത് വേറെടുത്ത് കൊണ്ടിടുവാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ മണ്ണുണ്ടോ വെയിലുണ്ടോ വെളിച്ചമുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ആ സീഡിന് അവിടെ വളർന്നേ പറ്റുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് വരുന്ന ചെടികൾ നല്ല ഫലപുഷ്ടി ഉണ്ടോ, ചെടികൾ നല്ലതായിട്ട് വളരാൻ ഒന്നും അറിയത്തില്ല. അതെങ്ങനെയോ കിട്ടുന്ന വെയിലും കിട്ടുന്ന മഴയും കിട്ടുന്ന വെള്ളവും വെച്ചുകൊണ്ട് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ആ ചെടി വളർന്നു വരികയാണ്. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പോയ സ്ഥലത്താണെങ്കിൽ നല്ലൊരു പൂ വിളിക്കേണ്ടടുത്ത് അവിടെ ചിലപ്പോൾ ഈ പറയുന്ന കുരുടിയ പൂവൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അത് മൊത്തം ഇൻഹിബിഷൻസ് ആണ്. ദാറ്റ് ഓൾ ഇൻഹിബിഷൻസ് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് വിൽ ഗോ ഔട്ട് ഇൻ ദ ഫോം ഓഫ് ടോക്കറ്റീവ് ആയിട്ട് മാറും. അത് വേറെ ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിഡോസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സം വിഡോസ് വിൽ ബി കംപ്ലീറ്റ് സൈലന്റ് ആയിരിക്കും. സം വിഡോസ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഇൻഹിബിഷനെ സബ്ലിമേഷൻ ആക്കി മാറും. അതായത് ഇൻഹിബിഷൻ ഒരു ലെവല് കഴിയുമ്പോൾ ബിക്കം സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അകത്തേക്ക് പോയി എന്റേർഡ് ഇൻസൈഡ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകുന്ന കുട്ടിക്ക് ചിലപ്പോൾ കുറെ പഠിക്കണമെന്നുണ്ടാവും. ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഡാൻസ്, ഈ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കണമെന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുക? ആ പുതിയ സ്ഥലത്തോട്ട് ചെല്ലുമ്പം ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുഴിക്കകത്തിട്ട് മൂടേണ്ടി വരും. അപ്പൊ ഇത് മൊത്തം എന്ത് ചെയ്യും? ഈ എനർജിക്ക് ഹാവ് ടു ഗോ ഔട്ട് നോ. സോ അപ്പൊ എങ്ങനെ പുറത്തേക്ക് വരും എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് ഈ പറഞ്ഞവർ ഒന്ന് വാചോടി ഭയങ്കര കൂടുതലായിരിക്കും. ചിലവർക്ക് സെക്ഷൽ ഡിസയർ ഭയങ്കര കൂടുതലായിട്ട് വരും. ഈ സെക്ഷൽ ഡിസയർ എന്താണ് ഇൻഹിബിഷൻസ് വിൽ ഓൾസോ ലീഡ് ടു ലൊക്കേഷ്യസ്നെസ്. അങ്ങനെ പോകും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇൻഹിബിഷൻ ആണ് ഈ കുട്ടിയെ ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ള ഏറ്റവും നമ്പർ 1 മെഡിസിൻ ആണ് ലാക്ടോസിസ്. പിന്നെ റിവെഞ്ചിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. പ്രീമെൻസൽ ടെൻഷൻ, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അതായത് ഈ ലാക്ടോസിന്റെ പ്രത്യേകത, ഹൗ ഇറ്റ് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് പ്രീമെൻസൽ ടെൻഷൻ ഇസ് ഇപ്പൊ ഒരു ലേഡി ഷിൽ ബി ഓക്കെ ഓൾ ദ വേ, ഒരു മന്ത് എടുത്ത് ഷിൽ ബി ഓക്കെ ഓൾ ദ വേ, ബട്ട് ബിഫോർ ദി മെൻസസ് ആൻഡ് ബിഫോർ ദി മെനോപോസ് ചില കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ലാക്ടോസിസ്. അതായത് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. വൈ? ബിക്കോസ് ഈ സമയങ്ങളെല്ലാം ഹോർമോണൽ ചേഞ്ചസ് ഗോയിങ് ഓൺ. സോ അപ്പൊ എന്താ സംഭവിക്കുക? ഈ സമയത്ത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലാക്ടോസിനകത്ത് കയറി വരും. അവന് ടെട്ടിന്റെ പണി കൊടുക്കണം, അവനെ ദ്രോഹിക്കണം, ഇവനെ അങ്ങനെ ചെയ്യണം, ഇവനടുത്ത് ഇനി മിണ്ടരുത്. ഇങ്ങനെ പണ്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കറുത്ത അധ്യായങ്ങളെല്ലാം തുറക്കപ്പെടും ബിഫോർ ദി മെൻസസ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് എക്സ്പ്രസ് ഇൻ ദ ഫോം പ്രീമെൻസൽ ടെൻഷൻ. ഈ ബ്രസ്റ്റ് ഹെവിനെസ് ഒക്കെ നമ്മൾ പറയുന്നത്, സാധാരണ നമ്മൾ ബ്രസ്റ്റ് ഹെവിനെസ് ഒക്കെ നമ്മൾ കുണിയത്തിലേക്കാണ് കൂടുതൽ കാണുന്നത്. ബട്ട് ലാക്ടോസിസ് ഓൾസോ ദർ ഈസ് ദിസ് ബ്രസ്റ്റ് ഹെവിനെസ്. അപ്പൊ 4ാമത്തെ പോയിന്റ്, അഗെയിൻ ഇൻഡിക്കേറ്റിംഗ് ദ മെഡിസിൻ ലാക്ടോസിസ്. ഇനി അടുത്തൊരു ഇൻഡിക്കേഷൻ, സീ ദ കളർ ഓഫ് ദ അൾസർ, പേർപ്പിളിഷ് കളർ. എന്തുകൊണ്ടാ? ബ്ലോക്കിംഗ് ആണ്. ഈ ലാക്ടോസിസ് ഹെമറേജിക് റെമഡി. അപ്പൊ ഹെമറേജിക് റെമഡിക്കകത്ത് എപ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ ബി എവിടെയെങ്കിലും ഒക്കെ ക്ലോട്ട്സ്, ബ്ലോക്സ് ആൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു മെഡിസിൻ ആണ് ലാക്ടോസിസ്. സോ ദിസ് വെരിക്കോസ് ഈ കാലേ കൂടെ വരുന്ന ബ്ലഡിന് ഒഴുകാൻ പറ്റുന്നില്ല. സോ വാട്ട് ഹാപ്പൻ? ഇറ്റ് ഗെറ്റ് കൺജസ്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി നോ എയർ സർക്കുലേഷൻ ദേ. അപ്പൊ അതുകൊണ്ടാണ് ആ കളർ എന്തായിട്ട് മാറുന്നത്? നീല അല്ലെ വയലറ്റ് അല്ലെ ബ്ലാക്കിഷ് ബ്ലൂ ആയിട്ട് മാറുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ബ്ലഡിന് ശരിക്കും അങ്ങോട്ട് ഒഴുകി വരാൻ പറ്റുന്നില്ല. സോ ദാറ്റ്സ് ദ കേസ്. അപ്പൊ ഇത്രയാണ് 4ാമത്തെ ഇൻഡിക്കേഷൻ. പിന്നെ അടുത്ത എന്താണ് പറയുന്നത്? തലവേദന. ഹെഡേക്ക് റെമഡി നമ്മൾ അന്ന് നേരത്തെ എടുത്തിട്ടുള്ള പ്രസന്റേഷൻ. അത് തലവേദനയുടെ പല സിംറ്റം നമ്മൾ മെഡിസിൻസ് കണ്ടിട്ടുണ്ട്. ഈ ലാക്ടോസിസ് എന്ന് പറയുന്നത് എപ്പോഴും തലവേദന ഉള്ളൊരു മെഡിസിനാണ്. കണ്ണിൽ ഇരുട്ട് ഇറക്കം, ഈ മറ്റ് ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം ഇൻഡിക്കേറ്ററിന്റെ കൂടെ തന്നെ തലവേദന, സൺ ഹെഡേക്ക്, അതായത് ഈ പകല് സമയത്തുള്ള ഹെഡേക്കിനകത്ത് വരുന്ന മരുന്നുകളുടെ ശ്രേണിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ലാക്ടോസിസ്. പിന്നെ ഈ ലാക്ടോസിന് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ലാക്ടോസിസ് എന്താ പറയാ, നമ്മള് അതിനെ ഒരു ഭയങ്കര ലൊക്കേഷ്യസ് മെഡിസിൻ എന്ന് പറയുന്നെങ്കിലും ലാക്ടോസിന്റെ തന്നെ വിതോക്ലോസിന്റെ വേർഷനകത്ത് 2ാമത്തെ വേർഷനകത്ത് പറയുന്നുണ്ട്. എന്താണ്? ലാക്ടോസിസ് സൈലന്റ് ലാക്ടോസിസ് ഉണ്ട്, മ്യൂട്ട് ലാക്ടോസിസ് ഉണ്ട്. അപ്പൊ ബാക്കി സിംറ്റംസ് എല്ലാം ഓക്കെ ആണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഇപ്പൊ സൈലന്റ് ആയിപ്പോയി എന്ന് വെച്ചാൽ ലാക്ടോസിസ് ആകത്തൊന്നുമില്ല. പേഴ്സൺ ഈസ് സൈലന്റ്, നല്ല സൈലന്റ് ആണ്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഡസന്റ് മീൻ ദാറ്റ്സ് നോട്ട് ലാക്ടോസിസ്. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇവർ ഈ എനർജി ഈ രൂപത്തിലല്ലാതെ വേറെ ഏതോ രൂപത്തിൽ അവർ എനർജി വിടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ ലാക്ടോസിന്റെ വേറൊരു വേർഷൻ നമ്മൾ കാണാറുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ സത്യം പറഞ്ഞ ഈ ഉപബോധ മനസ്സിന്റെ ഒരു കളി അതാണ്. ഉപബോധ മനസ്സിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആൺമക്കളുള്ള അമ്മമാർക്ക് നമുക്ക് വാച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതായത് അമ്മമാർക്കുള്ള
വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമുക്ക് ഒരു ബന്ധത്തിനും സത്യം പറയാൻ തെറ്റ് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ സൈക്കോളജി പ്രകാരം. വൈ? ബിക്കോസ് ഇറ്റ് സംതിങ് ഹാപ്പനിങ് അണ്ടർ അവർ കൺട്രോൾ. നമ്മുടെ ഈ പറഞ്ഞ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പോലെ ആക്ഷൻ എന്ന് പറയുന്ന പോലെയാണ് ഇതിന്റെ സംഭവം. വൈ? ബിക്കോസ് ഇപ്പം നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇഫ് ഡൂയിങ് ഇറ്റ് ഫോർ ഇപ്പൊ ഇന്ന് രാത്രി 7:30 മണിക്ക് നമ്മളെ ഒരാൾ വിളിച്ചു. Okay, and what the energy the person is conveying is positive. Okay, and next day 7:30 the same person is calling us again. നമുക്ക് നല്ലൊരു സുഖവും സന്തോഷവും സ്നേഹവും എന്തുകൊണ്ട്? ബിക്കോസ് ഓൺ സ്പീക്കിംഗ് ഓഫ് ദിസ് ലാക്കസ് I'll think of it. Why? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് കേരളത്തിൽ ഭയങ്കര കൂടാനുള്ള കാരണം എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഈ നമ്മുടെ കേരളത്തിലെ ഒരു സിസ്റ്റം പ്രകാരം കല്യാണം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം നമ്മുടെ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് അതും ഭയങ്കര ഇതാണ്. എന്താണ് സോഷ്യൽ മീഡിയക്കകത്ത് കാണിക്കുന്നത്? എന്തോ കല്യാണം ഹസ്ബൻഡ് പിന്നെ പ്രേമിക്കുന്ന പെണ്ണും ചെറുക്കനും കൂടെ ബൈക്കിനകത്തിരുന്ന് കെട്ടിപ്പിടിച്ച് പോകുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതുമല്ല ഫിസിക്കൽ ഈ പഴയ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് അപ്പിയറൻസ് ആയിരുന്നു പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അതല്ല, കോൺഷ്യസ് മൈൻഡിന്റെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആണ്, ഫിസിക്കലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കൊരു കേസ് ഒരു കൗൺസിലിങ്ങിന് വന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഭയങ്കര ആഡംബരമായിട്ട് ഗംഭീരമായിട്ട് വലിയൊരു പിന്നെ ഹോട്ടലിലൊക്കെ വെച്ച് ഭയങ്കര കുട്ടി ഡോക്ടർ, അലോപ്പതി MBBS ഡോക്ടർ, പയ്യൻ PG സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ള പയ്യനാണ്. കല്യാണം കഴിഞ്ഞു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് വാസ് അബൌട്ട് 80% കല്യാണം പോലെ തന്നെ ആയിരുന്നു. അത്ര സൂപ്പറായിട്ട് പരിപാടിയൊക്കെ നടത്തി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അറിയുന്നത് വേണ്ടാന്ന് തീരുമാനം. ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഒരു കൗൺസിലിംഗ് കൊടുക്കണം മോക്കൊന്ന്. ദൈവമേ, കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വാട്ട് ദ ഗേൾ വാസ് കംപ്ലൈനിങ് സർ, ഇവർ രണ്ടുപേരുടെ കറങ്ങാൻ ഡേറ്റിംഗ് ഉണ്ടല്ലോ ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ അപ്പൊ തന്നെ ഡേറ്റിംഗ് ഒക്കെ ഉള്ള ആണല്ലോ നമ്മുടെ ഈ പുതിയ തലമുറ. അങ്ങനെ ഡേറ്റിങ്ങിന് പോയപ്പോ പെൺകുട്ടി പയ്യനോട്, ആൺകുട്ടി പെൺകുട്ടിയോടല്ല ചോദിച്ചത്, പെൺകുട്ടി ആൺകുട്ടിയോട് ചോദിച്ചെന്ന് ഐ നീഡ് എ ലിപ് ലോക്ക്. And the boy said, no, it's not a time for lip lock. After marriage only we can do this lip lock. That was the reason. ഇത് വേണ്ടാന്ന് വെച്ച്. അവൻ എന്നോട് ഇഷ്ടമില്ല, അതുകൊണ്ട് അവനിക്ക് എന്താ റീസൺ? എന്താ ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസും നമ്മുടെ സൊസൈറ്റിക്കകത്തും കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതെല്ലാം നേരത്തെ എന്നാൽ മാത്രമേ ഹാപ്പി ആകാൻ പറ്റൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇതിനകത്ത് അറിയാതെ ഈ ആൾക്കാരുടെ കോൺഷ്യസ് മൈൻഡിലോട്ട് ഇൻജെക്റ്റഡ് ആവും. അപ്പം എന്താ സംഭവിക്കുക? ഈ തലമുറ എന്ന് പറയുന്ന ഡിഫറൻസും ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. വൈ? ബിക്കോസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഏകദേശം ഒരു 80 to ഏകദേശം 2000 വരെയൊക്കെ കാലയളവിൽ ജീവിച്ച് പോകുന്നവർക്ക് അറിയാം. കൊച്ചുകുട്ടികളായിട്ടോ കുറച്ച് മുതിർന്നവരായിട്ടോ ജീവിച്ചവർക്ക് അറിയാം. അന്നത്തെ കാലത്തെ പ്രണയങ്ങൾ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ തട്ടിയ പ്രണയങ്ങളും ജീവിതങ്ങളും ആയിരുന്നു. അപ്പം അന്നെന്ന് പറഞ്ഞ പേരൻസ് ഒക്കെ കൂടെയുണ്ട്. അപ്പം പേരൻസ് കൂടെയുണ്ട്, അവരുടെ മുന്നിൽ വെച്ച് പ്രണയം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊരു റിട്ടേൺ കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിക്കുക? ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു അമ്മായിയമ്മയായിരിക്കും ഇപ്പോഴത്തെ കുട്ടിയുടെ അമ്മയായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന മരുമകളായിരിക്കും ഇപ്പോഴത്തെ കുട്ടിയുടെ അമ്മായിയമ്മയായിട്ട് മാറുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ദേ ആർ മെഷറിംഗ് ഓൺ ദാറ്റ് സ്കെയിൽ. ഞാൻ അന്നത്തെ കാലത്ത് എങ്ങനെയാണ്, അന്നത്തെ കാലമൊക്കെ പോയി, ഇന്നത്തെ കാലം ഭയങ്കര ഡിഫറെന്റ് ആയി. ഇപ്പോഴത്തെ പെൺകുട്ടികൾ സത്യം പറഞ്ഞ കല്യാണത്തിന് ഈ ഇടയ്ക്ക് ഒരു ഇത് വന്നതാണ്. പയ്യൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ചോദിച്ചു പാചകം അറിയാവോന്ന്. ചെറുക്കനോട് അങ്ങോട്ടാ ചോദിച്ചു, ചെറുക്കൻ ഇങ്ങോട്ടല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ, കുക്കിംഗ് അറിയാമോ? എനിക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയത്തില്ല, കുക്കിംഗ് അറിയാമെങ്കിലേ ഞാൻ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ എന്ന് പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞെന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ മൈ ക്വസ്റ്റ്യൻ വാസ് വൈ ലാക്കസസ്? എന്തുകൊണ്ട് ലാക്കസസ് കൂടുതൽ എന്നുള്ളതിന്റെ ഉത്തരം അതാണ്. ഇൻലോസിന്റെ കേസിനകത്ത് ഒരുപാട് ലാക്കസസ് ഉണ്ട്, അത് മനഃപൂർവ്വം അല്ല. ബിക്കോസ് എന്താ സംഭവിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, ഡൊപ്പാമിൻ ഇഫക്റ്റ് പറഞ്ഞാണ് അമ്മായിയമ്മയെ ചാടിപ്പോയത്. അതായത് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ദിവസം വിളിച്ചു, 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം വി ആർ ക്രേവിംഗ് ഫോർ ദ കോൾ. അയ്യോ ഇന്ന് വിളിച്ചില്ലല്ലോ, കണ്ടില്ലല്ലോ, എവിടെ? ബിക്കോസ് എന്താ, ഡൊപ്പാമിൻ വന്ന് ഡിമാൻഡ് ചെയ്യും. എവിടെ ഇന്ന് സന്തോഷം കിട്ടിയിട്ടില്ല, വേറെ ഇറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിനൊക്കെ ഭയങ്കര വാന്ത് കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ഒരു സാധനം മാത്രമാണ് അവിടെ നടക്കുന്ന ഡൊപ്പാമിൻ ഇഫക്റ്റ്. അപ്പൊ നിരന്തരമായിട്ട് ഒരു അമ്മ ഒരു മകനെ വളർത്തിക്കൊണ്ട് വരുമ്പം അറിയാതെ ഇട്ടുള്ള എന്റേത് സബ് കോൺഷ്യസ് മൈൻഡ്, ദ ബോയ് ഈസ് മൈൻ, എന്റെ കുഞ്ഞെന്നൊരു ഫീലിംഗ് വരും. അപ്പൊ നാച്ചുറലി തട്ടിപ്പറിക്കാൻ അടുത്തൊരാൾ കയറി വരുമ്പോ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് ഈ വരുന്ന കുട്ടിയോട് ജലസ് അല്ലെങ്കിൽ പൊസസീവ്നെസ്സിന്റെ ഡിഗ്രി ശകലം കൂടും.
അപ്പോൾ അത് ദാറ്റ് ഈസ് ക്വൈറ്റ് എന്താണ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അത് കുറച്ചും കൂടെ എന്താ പറയാ, ഇപ്പൊ വീട്ടിൽ തന്നെ കിടക്കുന്ന അമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ അതേ സ്കെയിലിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ കുറച്ചുകൂടെ പുറത്തു പോയി ലോകം കണ്ടവരോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചവരോ അല്ലെങ്കിൽ സിനിമകളൊക്കെ കണ്ട് കുറച്ചും കൂടെ വിവരമുള്ളവരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവർക്കിത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ആദ്യമൊക്കെ കുറച്ച് ബലം പിടിച്ചിട്ട് അവർ മാറിക്കൊടുക്കും. ദേ വിൽ ക്ലിയർ ദ റൂട്ട് ആൻഡ് ഗീവ് ദ സ്പേസ് ഫോർ ദ ന്യൂ ഗേൾ ടു കം ഇൻ. അതാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ലാക്സസ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു മെഡിസിൻ, ഇറ്റ്സ് ദെയർ ഓൺ ദ പ്രീവിയസ് ജനറേഷൻ ഓൾസോ നൗ ജനറേഷൻ, രണ്ടിടത്തും കൂടെ ഓടുന്ന ഒരു മെഡിസിൻ ആണ് ലാക്സസ്. സോ ദാറ്റ്സ് എ വണ്ടർഫുൾ മെഡിസിൻ. നമ്മൾ കണ്ട ഒരു പിക്ചർ ഓഫ് ലാക്സസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പിക്ചറാണ് ഞാനിപ്പോ പ്രസന്റ് ചെയ്തത്. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് വാട്ട് ഹാപ്പൻഡ് എന്നും കൂടെ ഞാൻ പറയാം. ഐ ജസ്റ്റ് ഗീവ് ദിസ്, ഈ പറഞ്ഞ ഈ കുട്ടിയുടെ ഈ ബ്ലൂ ഡിസ്കളറേഷനും കേസ് പ്രസന്റേഷനും ഒക്കെ പിന്നെ വന്നത്, ഞാൻ ഈ സ്കിന്നിന്റെ ഇത് വെച്ചിട്ട് ഹീൽ ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി. ഇവിടെ ഡിൻ വർക്ക്ഡ് ഔട്ട് എന്നുള്ളതാണ്. അതായത് ഈ ഈ പിന്നെ ഇതിനകത്തുള്ളൊരു ഈ ലാക്സസ് പറഞ്ഞ മെഡിസിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് മെഡിസിൻ ഫോർ ഡയബറ്റീസ് ഓൾസോ. ഡയബറ്റീസ് കേസിനകത്ത് ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ചില കേസിനകത്ത് ഡയബറ്റീസ് നോക്കുമ്പോൾ പേഷ്യന്റ് എന്ന് പറയും, ഡോക്ടറെ അയ്യോ എത്ര കഴിച്ചിട്ടും ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഡോക്ടറെ, ഞാൻ ആഹാരം കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് ഇത്ര ദിവസമായി, എന്റെ ഷുഗർ കൺട്രോൾ ആകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ദോശ കഴിച്ചിട്ട് ഇത്ര, ഞാൻ ഒരു മധുരവും കഴിക്കുന്നില്ല, ഒരു ദോശയാണ് ഞാൻ, ഒരു ചപ്പാത്തി രാവിലെ, 2 ചപ്പാത്തി ഉച്ചയ്ക്ക്, 3 ചപ്പാത്തി രാത്രി, ഇത്രയല്ല, ഞാൻ ഒന്നും കഴിക്കില്ല. ഷുഗർ ഇസ് നോട്ട് കമ്മിങ് അണ്ടർ കൺട്രോൾ. ടേക്ക് ദ കേസ്. മേ ബി പ്രോബബ്ലി അവിടെ ഒരു ഡിസ്റ്റർബിങ് ഇൻഫ്ലുവൻസ് എന്തെങ്കിലും കാണും. ഈ പറഞ്ഞ പോലെ ഒരു തരത്തിൽ ശ്വാസം വിടാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാമിലി ഹിസ്റ്ററി ഉള്ള ലേഡീസ് ഉണ്ട്. സോ ഫോർ ദാറ്റ് കേസസ് ഒക്കെ നമുക്ക് ലാക്സസ് കൊടുത്തിട്ട് നമുക്ക് ആ ലാക്സസ് വണ്ണം കൊടുത്ത് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കുറച്ചൊന്ന് പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ വിൽ നോർമലി കം അണ്ടർ കൺട്രോൾ. അത്രയും വണ്ടർഫുൾ ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ് ലാക്സസ്. ഈ പറഞ്ഞ പോലെ പ്രീമെൻസ്ട്രൽ ടെൻഷനും ഭയങ്കര ഇൻഡിക്കേറ്റർ. പ്രീമെൻസ്ട്രൽ ടെൻഷനകത്ത് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള വെച്ചാൽ പഴയ കാര്യങ്ങൾ മൊത്തം റീവൈൻഡ് ചെയ്ത് തലയിലോട്ട് തിരിച്ചു വരും. നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ചേക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ പലരോടും നമ്മൾ പുറത്തിട്ട് കൂടെ നിൽക്കുന്നവരുണ്ടാവും, അല്ലെ നമ്മൾ ഫൊഗീവ് ചെയ്തിട്ട് കൂടെ. ഈ ഫൊർഗീവ് ചെയ്ത സാധനം എല്ലാം ബിഫോർ ദ മെൻസസ് പോയി, കയ്യിൽ നിന്ന് പോയി, എന്ത് ചെയ്യും, അതെല്ലാം ട്രിഗർ ചെയ്ത് പിന്നെയും തിരിച്ചു വരും. സോ ദാറ്റ്സ് ദി വണ്ടർഫുൾ ആക്ഷൻ ഓഫ് ദിസ് ലാക്സസ്. അതേപോലെ തന്നെ ഈ കൊച്ചു പറഞ്ഞൊരു കേസ്, ലാക്സസിന് ചെവിവേദന പറയുന്നുണ്ടായിരുന്നു. ലാക്സസിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ എത്ര ക്രോണിക് വാക്സ്, ചെവിക്കകത്ത് കട്ട വാക്സ് കെട്ടിക്കിടപ്പുണ്ട് എന്ന് പറയുന്ന കേസിനകത്ത് സറണ്ടർ ചെയ്യുന്നില്ല, നോട്ട് റെസ്പോണ്ടിങ്. നമുക്കറിയാം ഇയർ വാക്സിന്റെ ഈ കൊച്ചിനകത്ത് എപ്പോഴും ആ പയ്യൻ പറയുന്നുണ്ട്, ഡോക്ടറെ എപ്പോഴും കൊണ്ടുപോയി ചെവി ഉറിയുന്നു പറഞ്ഞു കൊണ്ടുപോകും, അവരെ എന്തോ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കും, ഇവിടെ വരുമ്പോൾ ശരിയാവും, വീണ്ടും ചെവി ഉറിച്ചില്ലെന്ന് പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ദാറ്റ് വാസ് എ കേസ്. ഈ ലാക്സസിന് വണ്ടർഫുൾ ആക്ഷൻ കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊണിയം എന്ന് പറയുന്നത്, കൊണിയം ഉണ്ടല്ലോ, കൊണിയം 200 വണ്ണമോ ഒരു പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാഗ്സ് അലിയിക്കാൻ നല്ല മെഡിസിൻ ആണ് കൊണിയം വണ്ണം, അല്ലെ കൊണിയം 200 വണ്ണമാണ് കുറച്ചും കൂടെ ആക്ഷൻ. ലാക്സസിനും അതേപോലെ ഫോളോഡ് ബൈ ദിസ് കോൺസുൽ റെമഡി ചെയ്തു കഴിഞ്ഞാൽ ഇയറിന്റെ ഇൻഫെക്ഷൻസിന് നല്ല ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ ആണ്. ഓക്കെ അപ്പൊ ഞാൻ ഏകദേശം നമ്മുടെ സമയമായി കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറ്റി സംസാരിക്കാനുണ്ടെങ്കിലോ നമുക്ക് പിന്നെ വി ക്യാൻ ഡിസ്കസ്. ഡോക്ടറുടെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അഭിപ്രായം പറയുന്നവർക്കും ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ കേസ് ലാക്സസ് പിന്നെ കൊടുത്തോ? ഓക്കെ, ഞാൻ അത് വൺ മോർ അതാ മാഡം, ഇനി അതിന്റെ ആ കേസിന്റെ കൊടുത്തതിന് ശേഷമുള്ള ആക്ഷൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന്, ഞാൻ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഈ ചൊറിച്ചിലിന്റെ മെഡിസിൻ കൊടുത്തു നോക്കി, നമ്മുടെ കോമൺ മെഡിസിൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഇറ്റ്സ് നോട്ട് ഹീലിംഗ് അറ്റ് ഓൾ. പക്ഷേ ഈ ലാക്സസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രത്യേകത, ഫസ്റ്റ് വന്നൊരു ഇമ്പ്രൂവ്മെന്റ് എന്തോന്ന് വെച്ചാൽ ഈ കൊച്ച് ഈ പിന്നെ അൾസർ നന്നായിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങി. അൾസറിനകത്ത് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അൾസർ ഈ അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലഷ് എടുത്ത് കളഞ്ഞ് അത് കൊടുത്തപ്പോൾ വന്ന ചേഞ്ച്, ഗ്രാനുലേഷൻ ടിഷ്യൂ വരാൻ തുടങ്ങി, നന്നായിട്ട് ഗ്രാനുലേഷൻ. അവര് പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ അയ്യോ ഇതിനകത്തുനിന്ന് മൊത്തം പഴുപ്പാന്ന്. ഞാൻ നോക്കിയപ്പോൾ നോ, ഇറ്റ്സ് നോട്ട് പഴുപ്പ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വൂണ്ടിനകത്ത് നമുക്ക് ഗ്രാനുലേഷൻ ടിഷ്യൂ ആണോ പസാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ലൈറ്റ് യെല്ലോ സ്റ്റെയിനും കൂടെ കാണും ഗ്രാനുലേഷൻ ടിഷ്യൂ, ചിലപ്പോൾ ബ്ലഡി ആയിരിക്കും. അപ്പൊ പക്ഷെ ഗ്രാനുലേഷൻ ടിഷ്യൂ വന്നു, അത് നെകന്ന് നന്നായിട്ട്, ആ വൂണ്ടങ്ങ്
നികന്ന് കഴിഞ്ഞിട്ട് ഈ കൊച്ചിന് ഇപ്പം മറ്റേത് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വന്നൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ആ പയ്യനോട് ഉണ്ടായിരുന്ന റിവെഞ്ചിന്റെ ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതാണ് ഹസ്ബൻഡ് വന്ന് പറഞ്ഞത്, ഡോക്ടറെ മറ്റേത് ആ പയ്യൻ വരുന്നെന്ന് കാണുമ്പോഴേ ഇറങ്ങി കതവ് കയറി അടച്ചകത്ത് കയറിയിരിക്കും, സംസാരിക്കത്തില്ല. ആ പയ്യനും പയ്യന്റെ അമ്മയും ഏതെങ്കിലും ഫംഗ്ഷൻ എവിടെങ്കിലും ഇരുന്ന ആ ഭാഗത്തോട്ടേ പിന്നെ നോക്കത്തില്ല, ഒരു കസേരയിൽ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന്. അങ്ങനത്തെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടു വെച്ചാൽ, ഈ കൊച്ചിന്റെ ഒരു ലോകത്ത് അങ്ങ് ഹാപ്പിയാ. അല്ലാതെ ഈ കൊച്ച് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അല്ലെ ബാക്കിയുള്ളവരെ പറ്റി ഒട്ടും ലീസ് കൺസേൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അതൊരു ഒന്നോർത്താൽ നല്ലതാണ്, നമ്മൾ ബാക്കിയുള്ള കൺസേൺ ഒക്കെ നോക്കിയിട്ട് ജീവിക്കുന്ന ഇന്നത്തെ കാലം നടക്കത്തില്ല. പക്ഷെ ഇത് ഇച്ചിരി ഓവർ ഡോസാ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാനങ്ങ് ചെയ്യും. പക്ഷെ അത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അത് ആ ഒരു അതിൻ്റെതായ ഒരു വേൾഡിൽ അങ്ങ് ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അത് പിന്നെ പിള്ളേരൊക്കെ അടുത്ത് ചെന്ന പിള്ളേരെ ഒന്നും അടുത്തോട്ടേ അടുപ്പിക്കത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഇപ്പം പിള്ളേരെയൊക്കെ പാമ്പർ ചെയ്യാൻ തുടങ്ങി, ദേഷ്യപ്പെടൽ കുറഞ്ഞു. പിന്നെ ഏറ്റവും ഭയങ്കര പറഞ്ഞെന്ന് പറഞ്ഞാൽ രാവിലെ ക്ഷീണം എന്ന് പറഞ്ഞ് എത്ര വിളിച്ചാലും എണീക്കത്തില്ല എന്ന്. പക്ഷേ ഷീ സ്റ്റാർട്ടഡ് വേക്കിംഗ് അപ്പ്, ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് യോഗ. അങ്ങനെ കുറേ ചേഞ്ചസ്, ഈ കൊച്ചിന്റെ പോസിറ്റീവ് ചേഞ്ചസ് വന്നു. അപ്പൊ അത് ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും, ഞാൻ സത്യം പറഞ്ഞ ഞാൻ നമ്മുടെ പഠിച്ച സമയത്തും ഈ നമ്മുടെ ഒരു കുറച്ച് നാള് ബാക്ക് വരെയൊക്കെ, കുറച്ച് നാൾ അല്ലെ കുറെ നമുക്ക് കൊടുത്ത എക്സ്പീരിയൻസ് വരുന്ന ഒരു കാലം ഉണ്ടല്ലോ, അതുവരെയൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് ഈ ഹോമിയോ മരുന്നിനകത്ത് ഇവര് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നടക്കുവോ, ഇതൊക്കെ കൊടുത്താൽ ഇത്ര ആക്ഷൻ കിട്ടുമെന്നൊക്കെ പക്ഷെ കിട്ടും. മെഡിസിൻ ഇസ് കറക്റ്റ്. മെഡിസിൻ നമുക്ക് അത്ര പക്കയാണെങ്കിൽ കിട്ടും. പക്ഷെ നമുക്ക് വരുന്നൊരു കുഴപ്പം നമുക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന സിംറ്റം കോൺഷ്യസ് മൈൻഡ് ആണോ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ വേറെ ഒരു പ്രത്യേകത ഉള്ള വെച്ചാൽ, എല്ലാ മനുഷ്യരിലും സിംഗിൾ റെമഡി കോൺസെപ്ഷൻ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് എന്താണ്, ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ മനുഷ്യന്റെയും മെഡിസിൻ ലെവൽ മാറി മാറി നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇപ്പൊ ഒരു പേഴ്സൺ നമ്മളിപ്പോ ജസ്റ്റ് നമ്മളോട് പ്രസന്റിങ് സിംറ്റം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ആ മെഡിസിൻ ഫസ്റ്റ് ലെയറിനെ ഒന്ന് ഓപ്പൺ ആക്കി തരും. ഓപ്പൺ ആക്കി തരുമ്പം ഉള്ള ഗുണം എന്താണ്, അതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുഭവിച്ചുള്ള ഡോക്ടർമാർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എൻ്റെ അടുത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കൊരു വൂണ്ട് ഉണ്ടായി, ഇതൊക്കെ സൈക്കോളജിയാണ്. അപ്പൊ നമുക്കൊരു വൂണ്ട് ഉണ്ടായി, നമ്മുടെ യങ്ങർ ഡേയ്സിൽ നമുക്കൊരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിന്റെ കളി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കുന്ന ഒരു എന്താണ് കുസൃതി എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സ്വപ്നത്തിന്റെ രൂപത്തിലേക്ക്, ഡ്രീം അനാലിസിസിനകത്തും തന്നെ അതൊരു ടോപ്പിക്കാണ്. അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ നടന്ന കാര്യങ്ങളും നമുക്ക് ദിവസവും നടന്നുകൊണ്ട് പോയിരിക്കുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് ഇറ്റ് വിൽ മേക്ക് സ്റ്റോറി വരും. സ്വപ്നത്തിലേക്ക് വന്ന് എന്ത് ചെയ്യും, അത് പതഞ്ഞു പോകും. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ തന്നെയാണ് നമ്മൾ ഹിപ്നോട്ടിസത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. ട്രാൻസ് സ്റ്റേറ്റിലാക്കാണ്. ദാറ്റ് ഈസ് വി ആർ ആക്ടിവേറ്റിംഗ് ദ സബ് കോൺഷ്യസ് മൈൻഡ് ടു ഓപ്പൺ ഇറ്റ്. കോൺഷ്യസ് മൈൻഡിൽ കൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് വാതിൽ തുറപ്പിക്കുന്നതാണ് ഹിപ്നോട്ടിസം. ആൻഡ് ദിസ് ട്രാൻസ് സ്റ്റേറ്റ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് ഗോയിങ് ടു ദ ട്രാൻസ് സ്റ്റേറ്റ്. എങ്ങനെ സജഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് അകത്ത് കിടക്കുന്ന സാധനത്തിനെ പുറത്ത് കൊണ്ടുവരികയും, ശരിക്കും പറഞ്ഞാൽ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ശാസ്ത്രം ഇപ്പം നമ്മളെ സൈക്കോളജിക്കകത്ത് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് സിസ്റ്റം നടക്കുന്നുണ്ട്. അതായത് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഒരു പേഷ്യന്റിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ് സ്റ്റേറ്റിൽ ആ പേഷ്യന്റിനെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ അകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോന്നാണെന്ന് നമ്മൾ ചോദിച്ച ആ പേഷ്യന്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വേരോടെ പറിച്ചു കളഞ്ഞ് പുതിയൊരു ചിന്തയെ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്ന ബൈ മീൻസ് ഓഫ് സജഷൻസ്. അതാണ് CBT എന്ന് പറയുന്നത്. DBT ഉണ്ട്, കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ കൂടെ തന്നെ DBT എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് പിന്നെ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആണ് DBT. അപ്പൊ ഈ രണ്ട് തെറാപ്പീസിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, പിന്നെ വി യൂസിങ് ദിസ് ഓപ്പണിംഗ് ദിസ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തും ഹോമിയോപ്പതി ഹാസ് എ വണ്ടർഫുൾ ആക്ഷൻ. ഇപ്പൊ ഹോമിയോപ്പതിക്കകത്ത് പഠിക്കുന്ന കുട്ടികളോ പുതിയ കയറിയ ആൾക്കാരോ ഒന്നും വിഷമിക്കേണ്ട. കാരണം നമുക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നൊരു സമയമുണ്ട് ഹോമിയോപ്പതിയിൽ. അത് വെയിറ്റ് ഫോർ ദ ടൈം ടു ഹാപ്പൻ. അത്രേ ഇൻപുട്ട് നമ്മൾ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ് നമുക്ക് ഈ ഏറ്റവും വിഷമവും ഏറ്റവും സങ്കടവും സന്തോഷവും എല്ലാം കൂടെ തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ വലിയ ഡോക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ വന്ന് മെഡിസിൻ വാങ്ങാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന മാറാനെല്ലൂരാണ്.
അപ്പം മാറാനല്ലൂര് എൻ്റെ ഡിസ്പെൻസറിയുടെ അടുത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ട്. ഒരു ഫുൾ ഡോക്ടേഴ്സ് ആണ്. അലോപ്പതിയുടെ എക്സ്ട്രീം ഡോക്ടേഴ്സ് ആണ്. എല്ലാം ഡോക്ടേഴ്സ്. അമ്മ ഡോക്ടർ, അച്ഛൻ ഡോക്ടർ, മകൻ ഡോക്ടർ, മകൾ ഡോക്ടർ, മകളുടെ ഭർത്താവ് ഡോക്ടർ, അങ്ങനെ ഒരു ഫുൾ ഡോക്ടർ ഫാമിലി. പക്ഷെ ആ കേസിനകത്ത് അച്ഛൻ മാത്രം ഡോക്ടർ അല്ല, ബാക്കി എല്ലാം ഡോക്ടേഴ്സ്. ആ കുട്ടിയെ കല്യാണം കഴിച്ച് ഡിവേഴ്സായി ആ കുട്ടി അങ്ങ് ഡിപ്രഷനിലായി. മെഡിസിൻ കൊടുത്ത് കൊച്ചൊരു എന്താ പറയുന്നത്, പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബിഗ് സൈസ് ആയിപ്പോയി ആ കൊച്ച്. ആ മെഡിസിൻ കൊടുത്ത് ഉറങ്ങുന്നുണ്ട്, എഴുന്നേറ്റിരിക്കുമ്പോൾ കുട്ടി വീണ്ടും ഡിപ്രഷനിലാണ്. പക്ഷെ അതുപോലത്തെ കേസുകൾ പോലും നമ്മുടെ ഹോമിയോപ്പതി കൊണ്ട് ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ, അലോപ്പതി പബ്ലിക്കായിട്ട് വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷെ അവർ നമ്മുടെ മുമ്പിൽ സറണ്ടർ ചെയ്ത് നമ്മുടെ മുമ്പിൽ നിത്യ ഡോക്ടറെ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം എന്റെ മകളെ കാണിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം നമ്മളത് എവിടെ വന്ന് എന്താ പറയണമെന്നില്ല, മാധ്യമത്തിൽ വരണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഹോമിയോപ്പതി ഈസ് സക്സീഡിങ്, അത്രയാണ്. കാരണം ഈ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഹോമിയോ വർഗം ഒന്നാണെന്ന് ചിന്തിച്ചാലേ രക്ഷയുള്ളൂ. അല്ലാതെ അതിനകത്ത് ഹോമിയോ വർഗത്തിനകത്ത് പിന്നെ എന്താണ് ഡിഫറൻസിയേഷൻ ഓഫ് കാസ്റ്റ് ക്രീഡ് കൊണ്ടുവന്ന ഹോമിയോപ്പതി ഒരിക്കലും വിജയിക്കത്തില്ല. നമ്മൾ അലോപ്പതി സിസ്റ്റത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മൾ അലോപ്പതിക്കകത്തൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിക്കേ, വിട്ട ഡോക്ടർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള മറുപടിയെ നമ്മളോട് പറയുള്ളൂ. അത്രയും ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഹോമിയോപ്പതി സിസ്റ്റത്തിൽ വർക്ക്സ്. അത് നല്ല ഡോക്ടറാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഡോക്ടറെ പറ്റി, ആ ഡോക്ടറെ അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പോൾ ആ ഡോക്ടർ നല്ല ഹോമിയോയിലാണ്, നല്ല ഡോക്ടറാണ്, അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ പൊയ്ക്കോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഡിഗ്നിറ്റി എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന എല്ലാം ഈ പറഞ്ഞ കണക്ക് ഈ ഹോമിയോപ്പതി ശാസ്ത്രത്തിന് ഈ പറഞ്ഞ കണക്ക് വണ്ടർഫുൾ ആക്ഷൻ. ഈ ആദ്യമൊക്കെ കയറുന്ന കുട്ടികൾക്കൊക്കെ ഒരു സങ്കടം തോന്നും, അയ്യോ നമ്മളെടുത്ത സിസ്റ്റം തെറ്റിപ്പോയോ, നമ്മൾ പരാജയപ്പെട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാം. അതെങ്കിലും ഉറപ്പാണ്. ആ പൈസ ഒരിക്കലും നമുക്ക് പുറത്തു പോകത്തില്ല. കാരണം എനിക്ക് പല കേസും എനിക്കറിയാം. നമ്മുടെ ഈ ഹോമിയോപ്പതി ശാസ്ത്രത്തിന് ഞാനൊക്കെ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്കൊന്നും അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. 2003, 2004, 2003, 2004 ഞാൻ ബാച്ച് ഔട്ട്. അപ്പം 2004 അപ്പം ആ സമയത്തൊക്കെ ആ സമയത്ത് എൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നു. ആ കേസ് വന്നു വെച്ചാൽ ആ കുട്ടിക്ക് ഹോളായിരുന്നു, ഈ പിന്നെ സെപ്റ്റൽ ഡിഫക്റ്റ് ആയിരുന്നു, VSD ആയിരുന്നു, VSD വിത്ത് ASD വിത്ത് PAH മൂന്നും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രിമച്ചുർ ഡെലിവറി ഉള്ള കുട്ടിയായിരുന്നു. അത് 6 months അങ്ങോട്ട് പ്രിമച്ചുർ ഡെലിവറി. അപ്പൊ ആ കേസ് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കൊന്നും അറിയത്തില്ല. അന്ന് മുതൽ നമ്മൾ ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്നു ധൈര്യമായിട്ട് ആ പേഷ്യന്റെ ഫാമിലിക്ക് ധൈര്യവും കൊടുത്തു. കുട്ടിയെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്ത്, അവരുടെ വീട്ടുകാർക്ക് സപ്പോർട്ട് കൊടുത്ത്, അവർ സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റി. പക്ഷെ അത് കുറേ നാളുകൾക്ക് ശേഷം ആ പേഷ്യന്റ് കുറേ നാൾ എൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. 4-5 വർഷം വരെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടിക്ക് 5 വയസ്സോ 6 വയസ്സോ ആയപ്പം അവര് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിച്ച പക്ക നോർമൽ ഹാർട്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇത് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? കുറെ പേർക്കൊക്കെ എക്സ്പീരിയൻസ് കാണും. VSD നോർമലി ക്ലോസിംഗ് ആണ്. ASD ഡിഫക്റ്റ് നമ്മുടെ മെഡിസിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി വണ്ടർഫുൾ തിങ്. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹോമിയോപ്പതി. അതുകൊണ്ട് ആദ്യത്തെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനെ ഓർത്തിട്ടൊന്നും ആരും സങ്കടപ്പെടണ്ട. ഇൻപുട്ട് മാക്സിമം ഹോമിയോപ്പതിക്ക് കൊടുത്തു. ഹോമിയോപ്പതി ഇഷ്ടം പോലെ പൈസ നമുക്ക് തിരിച്ചു തരുന്ന ഒരു കാലമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ഡൗട്ട് ഒന്നും ഇല്ല ആർക്കും? അല്ല, ഒരു കാര്യം കൂടെ, ഏത് പൊട്ടൻസി കൊടുത്തു, എത്ര റിപ്പീറ്റ് ചെയ്തു? അതാണ് മാഡം. പക്ഷെ ഈ ഒരു കേസിനകത്ത് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതിനകത്ത് സിമിലിമം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ അതിനകത്ത് അന്ന് ലാക്കസസ് 50 ml കൊടുത്തത്. ഒരു ബലത്തിന്റെ പുറത്ത് ലാക്കസ്. പക്ഷെ വണ്ടർഫുൾ ആക്ഷൻ കിട്ടി എന്നുള്ളതാണ്. വണ്ടർഫുൾ ആക്ഷൻ കിട്ടി. ആ കൊച്ചിന്റെ സ്വഭാവത്തിനകത്ത് ഭയങ്കരമായ വ്യത്യാസം വന്നു. വീടൊക്കെ നല്ല ക്ലിയർ ആക്കാൻ തുടങ്ങി. എപ്പോഴും ഈ പേടിയുള്ള മെഡിസിൻ വെച്ചാൽ എക്സ്ട്രീം പേടിയാ കൊച്ചു പറയുന്നത്. മാഡം എനിക്ക് എപ്പോഴും പേടിയാ മാഡം, എനിക്ക് ഒരിടത്ത് പോകാൻ നേരം പേടി, എനിക്ക് ഇറങ്ങാൻ പേടി, എനിക്ക് എല്ലാത്തിനും എനിക്ക് പേടിയാ. ആ പേടിയെല്ലാം പോയി. രാവിലെ എഴുന്നേക്കാൻ തുടങ്ങി. പിള്ളേരെ മറ്റേത് എപ്പോഴും പിള്ളേരുടെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിള്ളേരെ പാമ്പർ ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡിന്റെ കാര്യത്തിലും കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം മാനേജബിൾ ആയി കൊണ്ടുവരാൻ പറ്റി. ലാക്കസസ് 50 ml ഒറ്റ ഡോസ് കൊടുത്ത്. ഞാൻ സാധാരണ ഒരുപാട് മെഡിസിൻ കൊടുക്കുന്ന ആളൊക്കെയാണ്. പക്ഷേ കോൺഷ്യൽ പ്രിസ്ക്രിപ്ഷനകത്ത് ഞാൻ എപ്പോഴും സിംഗിൾ റെമഡിയോ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇത് നോക്കിയപ്പോൾ നമ്മൾ 200 സാധാരണ ഞാൻ കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും 200 കൊടുക്കുകയുള്ളൂ, ഉറപ്പില്ലെങ്കിൽ. ഇത് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ലാക്കസസ് 50 ml കൊടുത്തത്. പക്ഷേ അൾസറൊക്കെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്തു.
പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സ്വഭാവത്തിൽ ആ കൊച്ചിന് ഭയങ്കര ചേഞ്ച് വന്നു. ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ് നൗ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വന്നിട്ടൊരു 4 മാസമേ ആയിട്ടുള്ളൂ, 3 മാസം 4 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ ഡാൻസിങ് ഒക്കെ തുടങ്ങി, യോഗ ചെയ്യുന്നുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഹോമിയോ ഡോക്ടേഴ്സിനകത്ത് ഫസ്റ്റ് ഒരു ഹോമിയോ ഡോക്ടറിന് വേണ്ട എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ പറയുക, ഒന്നാമത്തെ കാര്യം ഈ ഹോമിയോ ഡോക്ടേഴ്സിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി പല സോഴ്സിൽ നിന്നും വരും. അത് ഉറപ്പാണ്. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കും മിക്കവാറും കുറച്ചുകൂടെ ശക്തമായിട്ട് കൂടുതൽ. പിന്നെ മീൻസ് ഹോമിയോ വിങ്ങിൽ നിന്ന് തന്നെ ചിലപ്പോൾ കൂടുതലായിട്ട് വരും. ഔട്ട്സൈഡ് ദ വിങ്ങും ചിലപ്പോൾ നമുക്ക് വരും. കാരണം വെച്ചാൽ ഒരു ഹോമിയോ ഡോക്ടർ അവർ ഇത്ര ജാട കാണിക്കുന്ന എന്തിന്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും നെവർ മൈൻഡേ ചെയ്യണ്ട. വാട്ട് ഐ ആം ബിലീവിങ്, ഞാൻ ബിലീവ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്ന കുറെ മനുഷ്യർക്ക് നന്മ ചെയ്യാനാ. ലെറ്റ് us ബി ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സ്ത്രീകളൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വരും. ചില സ്ത്രീകളൊന്നും പറയും, അയ്യോ ചേട്ടൻ എൻ്റെ അടുത്ത് സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അയ്യോ ചേട്ടൻ എൻ്റെ അടുത്ത് ചിരിച്ചാൽ മാത്രമേ എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ പറയും. ഇതൊക്കെയാണ് അട്ടർ ഫൂളിഷ്നെസ്. നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എല്ലാരും വേണം, ഫാമിലി നമുക്ക് വേണ്ടാന്നല്ല, വേണം. പക്ഷേ ഈ ഓവർ ഡിപ്പെൻഡൻസി കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടാണ്, അപ്പുറത്തേക്കുന്ന പാർട്ണറിനും ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ചേട്ടൻ വേണം ചേട്ടൻ വേണം എന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ അവർക്ക് ശല്യമായിട്ട് മാറും. അതിനെക്കാട്ടി നല്ലത് ഓരോരുത്തർക്കും അവരവരുടെ വേ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ ആ ഹാപ്പിനെസ് എൻജോയ് പ്രത്യേകിച്ച് സ്ത്രീകൾ നേരെ നിന്നാൽ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഒരു ഫാമിലി ബ്ലൂം ചെയ്ത് എടുക്കണമെങ്കിൽ അതിന്റെ മെയിൻ ത്രെഡ് സ്ത്രീകളിലാണ്. സ്ത്രീകൾ ഡിപ്രസ്ഡ് ആയിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഓരോ സ്ത്രീക്കും അവരവരുടെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ ബി ഹാപ്പി. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും ചിന്തിച്ചാൽ മതി. അല്ല അവൻ എന്തോ ചെയ്തു ഇവൻ എന്തോ ചെയ്തു, ഈ പാസ്റ്റിന്റെ ബാഗേ എടുത്ത് ദൂരെ കളഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഈ ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കളി. എന്താണ്? മെയിൽസ് കംപ്ലീറ്റ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആണ്. ഫീമെയിൽസിന് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആണ്. ഒന്നെങ്കിൽ ഈ സബ് കോൺഷ്യസിനെ അടിച്ചു കഴിഞ്ഞ് രണ്ടുകൂടെ കോൺഷ്യസിലോട്ട് പോവുക, അല്ലെങ്കിൽ രണ്ടുകൂടെ സബ് കോൺഷ്യസിലേക്ക് വരിക. ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫാമിലി ലൈഫ് ഹാപ്പി ആവും. അപ്പോ ഓക്കെ. അപ്പൊ ഞാൻ പൊട്ടൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മാഡം, 50 m ആണ് ഞാൻ അന്ന് കൊടുത്തത്. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ച്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഹോമിയോപ്പതിക്കകത്ത് ഒരു കാര്യം നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഇതിനകത്ത് ഏറ്റവും ബേസിക് തിങ് ഫോർ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ഇസ് നമ്മുടെ മെയിൻറ്റെയിനിങ് കോഴ്സ് ഉണ്ടെങ്കിൽ ആ മെയിൻറ്റെയിനിങ് കോഴ്സ് അവിടെ തന്നെ നിൽക്കുന്നെങ്കിൽ ആ ഹീൽ ചെയ്യത്തില്ല. കാരണം മെയിൻറ്റെയിനിങ് കോഴ്സ് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പേഷ്യന്റ് ഈ അവസ്ഥയിൽ എത്തിയത്. അപ്പൊ കൂടെ നിൽക്കുന്നവരെ അത്രയും നമ്മൾ പറഞ്ഞ് അവരെ കൗൺസിൽ ചെയ്യാണ് വേണ്ടത്, പേഷ്യന്റിനെ അല്ല കൗൺസിൽ ചെയ്യേണ്ടത്. ബൈസ്റ്റാൻഡേഴ്സിനെ കൗൺസിൽ ചെയ്ത് അവിടുത്തെ എൻവയോൺമെന്റ് മാറ്റി കൊടുക്കുക. അല്ലെ കുട്ടിയുടേതായ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ പറയുന്ന ലേഡി ആരാണോ അവരുടേതായ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി പോസിറ്റീവ് ആകാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് ഹോമിയോപ്പതിക് മെഡിസിൻ വിൽ ഹീൽ ദ പാസ്റ്റ് വൂണ്ട്സ്. അത്രയാണ് നടക്കുന്നത്. ഓക്കെ. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. കാരണം ഡോക്ടറുടെ ക്ലാസ് വളരെ വിശദമായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. സംശയമൊന്നും ആർക്കും വരാൻ സാധ്യതയില്ല. ഇനി നമ്മളുടെ സമയവും കുറവാണ്. ഭദ്രൻ ഡോക്ടർ ഉണ്ടോ? ഡോക്ടർക്കൊരു നന്ദി പറയാന്. ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവോ? ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. വേണുഗോപാൽ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവോ? വേണുഗോപാൽ ഡോക്ടറെ. എല്ലാരും ഉറക്കമായെന്ന് തോന്നുന്നു. സ്ഥിരമുള്ള ഡോക്ടേഴ്സ് ഇല്ലെന്ന് തോന്നുന്നു. ഹലോ വേണുഗോപാൽ ഡോക്ടറെ. ഹലോ ഡോക്ടർ ഡോക്ടർ, ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറിയതാണ് ഈ നിത്യ ഡോക്ടറുടെ ക്ലാസ്. പിന്നെ കുറച്ചൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറിയത്. അത് അതുകൊണ്ട് മുഴുവനായിട്ടും കേട്ടില്ലെങ്കിലും കേൾക്കേണ്ട എപ്പോഴും ആദ്യം തന്നെ അവസാനവും ഉണ്ട്. അത്രയ്ക്ക് ഓരോ സെന്റൻസിലും ലാക്കസിനെ കീറി മുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാക്കസത്തിന് കൂടുതൽ അറിയാനൊന്നുമില്ല. എന്തായാലും ഡോക്ടർ ഇതിൽക്കാശ് ചെയ്യണോ അതോ ഈ ഇത്രയും മൈൻഡിൽ വാസ്റ്റായിട്ട് പോകുന്നത് ഏതൊക്കെ മെറ്റീരിയൽ പിടിക്കുന്നതാണ്? സൈക്കോളജി പഠിച്ചതിന്റെ ഒരു എഫക്റ്റോടെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് സാറേ ഞാൻ ഏത് മെറ്റീരിയൽ പഠിക്കുക. അങ്ങനൊന്നും ഇല്ല സാറേ, എല്ലാം നോക്കുന്നുണ്ട്. വിതോ ക്ലാസ് നോക്കും,
ഫിലിപ്പം ബെയിലി ആ, നോക്കും, കെൻസ് ആ, നോക്കും. ഇത് ഞാനൊക്കെ ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാ. കീനോട്ട് നോക്കും. ഞാൻ ഫുൾ സമയം മെറ്റീരിയൽ എന്താ വെച്ചാൽ നമുക്ക് ഒരു സാധനത്തിനാ നമുക്കൊരു വിജയം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലോട്ട് പോകാനൊരു ഒരു ത്വര വരുമല്ലോ. അതെ. അങ്ങനെ പോയി ഞാനിങ്ങനെ ഒരു മരുന്നിനെ തന്നെ പല സ്ഥലത്തുനിന്ന് കിട്ടുന്ന എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഡിസ്പെൻസറി പോകുമ്പോൾ എനിക്ക് ഡിസ്പെൻസറി ഒരു സ്റ്റഡി ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നും. അപ്പൊ ഇന്നത്തെ ഈ പ്രായമായിട്ടും എനിക്കിപ്പോ ഒരു നല്ല പ്രായമായി. അപ്പോ പ്രായമായിട്ടും ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എനിക്ക് എന്തോ അതിനോട് ഭയങ്കര ക്രേവിംഗ് ആണ്. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോൾ എന്റെ ഡിസ്പെൻസറി തന്നെ ഞാൻ എന്റെ മേശയുടെ അടിയിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കീനോട്ട്, കെൻസ് ലെക്ചേഴ്സ്, അവിടെ വന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോ വന്നറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബുക്കും എന്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു മെഡിസിൻ എടുത്തിട്ട് ആ മെഡിസിന്റെ എല്ലാ ബുക്കിൽ നിന്നും ഉള്ള സാധനം ഞാൻ കളക്ട് ചെയ്ത് നോട്ടാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ തിരിച്ച് വായിച്ചു നോക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ നമുക്ക് ഈ പിന്നെ ഹോമിയോപ്പതിക്കകത്ത് പല സ്കൂളുകളുണ്ട് അല്ലേ. ശങ്കരൻ സ്കൂൾ അങ്ങനെ പിന്നെ പല ടൈപ്പ് ഓഫ് സ്കൂൾസ് ഉണ്ട്. അപ്പൊ ഈ അവരെങ്ങനെ സ്കൂൾ ഉണ്ടാക്കിയത്? അവര് സ്വന്തമായിട്ട് ഇറക്കിയതൊന്നും അല്ലല്ലോ. ഇതിൽ നിന്നെല്ലാം എടുത്ത് റെഡിയാക്കിയല്ലേ സ്കൂൾ ഓരോ ബുക്ക് ആക്കുന്നേ. അതേപോലെ നമ്മളും അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓരോ ലൈനിന്റെ അടിയിലും സിംറ്റം ഉണ്ട്. അതെ അതെ. അല്ല, ഞാനത് ഞാൻ ചോദിച്ചത് വേറൊന്നുമില്ല. ഉം. പല തോട്ട്സ് ആണെങ്കിൽ പല റെഫർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ട്രെയിൻ അതിന്റെ ഒരു അതൊരു ഫ്ലുവൻസി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ചിലപ്പോ അതെ സാറേ, ഞാൻ ഇതിന്റെ ഇപ്പം ഫുള്ളായിട്ട് ഇതിനകത്ത് എനിക്ക് ഇൻപുട്ട് മനസ്സിലായി. കൊടുക്കുന്നോണ്ടാണ്. എനിക്ക് മനസ്സിലായി. ആ എഫർട്ട് തന്നെ, ആ എഫർട്ടിനെ ആദ്യം താങ്ക്സ് പറയുന്നു. പിന്നെ ഇനി സാർ. IUPസിലുള്ള എല്ലാവരുടെയും പേർക്ക് ഞാൻ ഡോക്ടറുടെ ആ എഫർട്ടിനും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിനും ഇനിയും ഇത്രയും ക്ലാസ് എടുക്കാനുമുള്ള എനർജി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. ശരി താങ്ക് യു ഡോക്ടർ. സർ. താങ്ക് യു. നന്ദി വേണുഗോപാൽ ഡോക്ടറെ. സന്തോഷം. അതുപോലെ ഇന്നത്തെ നമ്മുടെ 1780 സൂം വെബിനാർ ഇത്രയും ഭംഗിയാക്കി തീർത്ത നിത്യ ഡോക്ടർക്ക്, അതുപോലെ അതായത് ഡോക്ടറുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് കേസ് വന്നാലും അതിനെ വളരെ താല്പര്യത്തോടെ അതിൻ്റെ ഓരോ ഓരോന്നും വിശദമായിട്ട് മനസ്സിലാക്കി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി അതിന് പറ്റുന്ന മരുന്നുകൾ കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള ഡോക്ടറുടെ ആ കഴിവ് അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സർ. അതുപോലെ താങ്ക് യു മാഡം. മെഡിസിനെ നമുക്ക് നമ്മുടെ കാണാപ്പാഠമാക്കി തരികയാണ് ഡോക്ടർ ചെയ്യുന്നത്. ദിവസവും ഓരോ കേസ് പറയുമ്പോൾ ആ മെഡിസിൻ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങ് പതിപ്പിച്ച് തരികയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഇത്രയും നല്ല ക്ലാസ് എടുക്കുന്ന ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ 1780 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു മാഡം. ഗുഡ് നൈറ്റ്. അടുത്ത കേസുമായിട്ട് എത്രയും വേഗം വരണമെന്നും കൂടി വരാം. അപേക്ഷിക്കുന്നു. ഓക്കെ മാഡം. ഓക്കെ. താങ്ക് യു. താങ്ക് യു.